നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ 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 വ്യത്യസ്തകരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സൈക്കോ ത്രില്ലർ സിനിമയാണെന്നും കേട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സിനിമ കണ്ട് പകുതി എന്നവരെ എനിക്കൊന്നും തോന്നിയില്ല. 4 കൂട്ടുകാരുടെ സൗഹൃദം എനിക്ക് എത്രമാത്രം ഈ സിനിമയിൽ തോന്നിയിട്ടുള്ളൂ. ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണെന്നുള്ള കാര്യം വരെ ഞാൻ മറന്നുപോയി. പക്ഷേ എല്ലാത്തിനും കൂടെ ഒരു വമ്പൻ ക്ലൈമാക്സ് കൂടിയുണ്ട്. ഞാൻ അതുപോലൊരു ക്ലൈമാക്സ് അവസാനം ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഒരു അവസാനം എനിക്ക് കിട്ടുകയും ചെയ്തു. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നേരം ചെയ്യണോ വേണ്ടയോ ഇങ്ങനെ വിചാരിച്ച് നിൽക്കായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് കണ്ടപ്പോൾ ഇതെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തിയത്. ഈ സിനിമയുടെ വൺ ലൈൻ എന്താന്ന് വെച്ചാൽ, ഒരു നാട്ടിലെ പഴയ സൈക്കോ കില്ലർ വീണ്ടും പുറത്തിറങ്ങി. അവനെ പിടിക്കാനാണെങ്കിൽ പോലീസുകാരെല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അവനെ ഇങ്ങ് പിടിക്കാനും പറ്റുന്നില്ല. എന്നാൽ ഈ സിനിമയിൽ നമ്മുടെ ഹീറോ പോലീസുകാരനല്ല, കൊലപാതകയെ പിടിക്കാൻ പോകുന്ന ആളല്ല, ഇതൊന്നുമല്ല. പിന്നെ എന്താണ് നമ്മുടെ ഹീറോയുടെ പരിപാടി എന്ന് വെച്ചാൽ, ആള് നിയമം പഠിക്കുന്ന, വക്കീലാവാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എന്തോ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെ. എന്തായാലും നമുക്ക് ഈ സിനിമയിലേക്ക് ചെല്ലാം. എന്നാൽ പിന്നെ നമുക്ക് 1994 റിലീസ് ചെയ്ത നൈറ്റ് വാച്ച് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ 4 കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവർ വെറും കൂട്ടുകാർ മാത്രമല്ല, അവർ കപ്പിൾസ് കൂടെയാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ വീട് കണ്ടാൽ മനസ്സിലാകും അവർ എത്രത്തോളം ബഡ്ഡീസ് ആണെന്നുള്ള കാര്യം. അവർ വലിയ ബടാ ബഡ്ഡീസാണ്. എന്നാൽ അതിനൊപ്പം തന്നെ അവർ കപ്പിൾസുമാണ്. അതിൽ ഈ ഭക്ഷണം കഴിക്കുന്ന ആളാണ് നമ്മുടെ ഹീറോയുടെ പേരാണ് മാർട്ടിൻ. പിന്നെ ഈ കാണുന്നതാണ് ഹീറോയുടെ കാമുകി. അവളുടെ പേര് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പേരാണ്, കലിങ്ക എന്നാണ് അവളുടെ പേര്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഹീറോ വക്കീലാവാനായിട്ടാണ് പഠിക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ഹീറോയുടെ കൂട്ടുകാരനും. അവൻ്റെ പേരാണ് ജെൻസ്. അവനും വക്കീലാവാൻ തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്നതാണ് അവൻ്റെ കാമുകി, ജെൻസിൻ്റെ കാമുകി. അവൾക്ക് പിന്നെ പ്രത്യേകിച്ചൊരു പേരൊന്നും പറയണ്ട, കാമുകി എന്ന് തന്നെ പറയാം. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടി വിയിൽ ഒരു സൈക്കോ കില്ലറെ കുറിച്ച് പറയുന്നത്. ഒരു പോലീസുകാരനാണ് സംസാരിക്കുന്നത്. ആ പഴയ സൈക്കോ കില്ലർ സ്ത്രീകളെ കൊന്ന് അവരുടെ ശിരോചർമ്മം വെട്ടിമാറ്റുന്ന അവൻ വീണ്ടും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും രാത്രി പുറത്തിറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അവനെ പിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അവനെ പിടിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ പോലീസുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സൈക്കോ കില്ലറിലെ അവൻ സ്ത്രീകളെ കൊന്നു കഴിഞ്ഞാൽ അവരുടെ തലയുടെ ഭാഗം, മുടിയുടെ ഭാഗം ചെത്തി മാറ്റും. അവൻ വീണ്ടും പുറത്തിറങ്ങി എന്നുള്ള കാര്യം കേൾക്കുന്ന നേരം നമ്മുടെ ടീം ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. എന്നിരുന്നാലും വലിയ കാര്യമാക്കില്ല. അന്നേരമാണ് നമ്മുടെ ഹീറോ മാർട്ടിൻ പറയാൻ, ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലിക്ക് പോകാൻ വിചാരിക്കുകയാണ്. ഒരു മോർച്ചറിയിൽ സെക്യൂരിറ്റിയായി നിൽക്കാനാണ് വിചാരിക്കുന്നത്. എന്നാൽ കൂട്ടുകാരൻ ജെൻസ് പറയും, എന്താ മോനെ, നിനക്ക് ഇത്ര പ്രായമായിട്ടും ചെറിയ കുട്ടികളുടെ വിചാരമാണോ നിന്റെ ഉള്ളിൽ? നീ ഇപ്പോഴും അതുപോലെ ഒരു ജോലിക്കാണോ പോകുന്നത്? സംഭവം എന്താന്ന് വെച്ചാൽ, ഹീറോക്ക് വീട്ടിൽ നിന്ന് കാശ് ഒതുക്കാൻ മടിയാണ്. അതുകൊണ്ടാണ് ഇതുപോലൊരു ജോലിക്ക് പോകാനായിട്ട് വിചാരിക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ അടുത്ത ദിവസം രാത്രി ആകാൻ നേരത്ത് ഹീറോ ആദ്യ ദിനത്തെ ജോലി ചെയ്യാനായിട്ട് പോവാണ്. ഹീറോയുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. മോർച്ചറിക്ക് അകത്ത് ചെന്ന് അവിടെയുള്ള പഴയ സെക്യൂരിറ്റിയെ കാണുന്ന നേരം അങ്ങേര് ചോദ്യം, നീ എങ്ങനെയാണോ ഇതിന്റെ അകത്തേക്ക് കയറി വന്നേ? അവിടെ വാതിൽ തുറന്ന് എടുക്കുകയായിരുന്നല്ലോ എന്ന് പറയുന്ന നേരം, ഇവറ്റകൾ ഒന്നും പോകാൻ നേരത്ത് വാതിലടക്കില്ലെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി വാതിലടയ്ക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ ഹീറോ അവന്റെ പുതിയ മുറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വാതിലടയ്ക്കാൻ പോയ സെക്യൂരിറ്റി അതുപോലെ തന്നെ തിരിച്ചു വന്ന് പറയാണ്, എൻ്റെ കയ്യിലൊരു കോഫി മെഷീൻ ഉണ്ട്, അത് വേണമെങ്കിൽ നീ എടുത്തോ, പക്ഷേ എൻ്റെ റേഡിയോ ഞാൻ നിനക്ക് തരില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്നവർക്ക് എപ്പോഴും ഒരു റേഡിയോ വേണം, അതുകൊണ്ട് അത് വാങ്ങാനുള്ള പരിപാടി നോക്കിക്കോ. അങ്ങനെ അങ്ങേര് ഹീറോയെയും കൂട്ടി എങ്ങനെയാണ് രാത്രി റൗണ്ട്സിന് പോകേണ്ടതെന്നുള്ള കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേര് പറയും, രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ചൊവ്വാഗ്രഹം പോലെയാണ്. അതെന്താന്ന് ഹീറോക്ക് ആദ്യം മനസ്സിലാവില്ല. പിന്നെയാണ് മനസ്സിലാവുക, രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഉണ്ടാവില്ല. ഹീറോ ഒറ്റയ്ക്കായിരിക്കും അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്. അങ്ങേര് ചോദിക്കും, ആരെങ്കിലും എന്നെ പറ്റിയോ, ഞാൻ ജോലി നിർത്തുന്നതിനെ കുറിച്ചോ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നോ? എന്നാൽ ഹീറോയോട് ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നോടാരും അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ കയറി ചെല്ലുന്നത് മനുഷ്യ ശരീരത്തിലെ ചെറിയ പാർട്സ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു മുറിയിലേക്കാണ്. അവിടെ കുപ്പിയിലും നിറച്ചു വെച്ചിരിക്കുന്ന കിഡ്നിയും വൃക്കയും ഒക്കെ കണ്ട് നമ്മുടെ ആളിങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ എങ്ങനെയാണ് റൗണ്ട്സ് അടിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. സംഭവം, ആ റൂമിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു താക്കോലുണ്ടാകും. ആ താക്കോലെടുത്ത് ഹീറോയുടെ കയ്യിലുണ്ടാകുന്ന ഒരു ബോക്സിലേക്ക് വെച്ച് തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചാൽ പിറ്റേന്ന് ആ പെട്ടി വന്ന് നോക്കുന്ന അധികാരികൾക്ക് മനസ്സിലാകും തലേന്ന് രാത്രി ഹീറോ ഈ റൂമിലെ റൗണ്ട്സ് അടിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ അവർ അടുത്ത് ചെന്ന് എത്തുന്നത് വലിയ റൂമിലേക്കാണ്. അവിടെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ കയ്യും കാലും എല്ലാം വെട്ടിവെച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം എന്തിനാ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇതുപോലെയാണ് മോർച്ചറിക്ക് അകത്തെന്നാണ് ഈ സിനിമയിൽ പറയുന്നത്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും ആ റൂമിൽ ഒരു കീ ഉണ്ട്. അതും പെട്ടിയിലിട്ട് തിരിച്ച് അവർ ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ യഥാർത്ഥ മോർച്ചറി. അവിടെയാണ് ബോഡികളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. അവിടെയുള്ള മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ പെരുത്ത തണുപ്പാണ്. എന്നാൽ ഹീറോക്ക് അവിടെ വെച്ചിരിക്കുന്ന ബോഡികളെല്ലാം കാണുന്ന നേരം ഒരു പേടി ഉള്ളിലേക്ക് മെല്ലെ കയറി വരും. എന്നാൽ അങ്ങേര് പറയും, നിനക്ക് ഇവിടെ നോക്കുന്ന നേരം പേടിയാവുന്നുണ്ടെങ്കിൽ നീ ഇടതും വലതും ഒന്നും നോക്കാതെ വന്ന് ഈ കീ എടുത്ത് നിന്റെ പെട്ടിയിലിട്ട് തിരിച്ചു പോയാൽ മാത്രം മതി. കൂടെ തന്നെ അങ്ങേര് പറയും, ഈ മോർച്ചറിക്കൊക്കെ ഇമാതിരി സെക്യൂരിറ്റി ഇവർ എന്തിനാ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവർ രാത്രി എങ്ങാനും ഇറങ്ങി പോകാൻ പോകുന്നുണ്ടോ? കൂടെ തന്നെ മോർച്ചറിക്ക് അകത്തായിട്ട് ഒരു
വള്ളി എടുക്കുന്നുണ്ട്. അത് കാണുന്ന ഹീറോ അത് എന്തിനാന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും, എപ്പോഴേലും ഈ റൂമിൽ കിടക്കുന്ന ആർക്കേലും ജീവൻ വെച്ചാൽ അവർ ഈ വള്ളി പിടിച്ച് വലിക്കും. അന്നേരം നിന്റെ റൂമിൽ കിടക്കുന്ന ഒരു വലിയ സൈറൻ പീ പീ എന്നടിക്കും. അത് കേൾക്കുന്ന നേരം നീ ഇങ്ങോട്ട് ഓടി വരേണ്ട ആവശ്യമില്ല, നീ ഡോക്ടറെ വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. പക്ഷെ നീ ഒരിക്കലും പേടിക്കണ്ട, അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് സെക്യൂരിറ്റി ഒരു വലിയ മാരകമായ സംഭവം പറയുന്നത്. അങ്ങേര് കണ്ണാടിയിൽ നോക്കി ഇവിടെയാണ് ആ ഭയാനകമായ സംഭവം നടന്നതെന്ന് പറയും. ഹീറോ ചോദിക്കും, എന്ത് സംഭവം നടന്നേ? പണ്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അവൻ രാത്രിയാകുമ്പോൾ ആരും അറിയാതെ ഈ മോർച്ചറിയിൽ വന്ന് ഈ ബോഡികളെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. അവൻ ഈ മോർച്ചറി അവൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. എന്നാൽ ഒരിക്കൽ അവനെ കൈയോടെ പൊക്കി. എന്നാൽ അവനൊരു വലിയ കുടുംബത്തിൽ നിന്നുള്ളവനായതുകൊണ്ട് തന്നെ ആ കേസ് ഒതുക്കി തീർക്കേണ്ടി വന്നു. അത് പുറത്തു പോയില്ല. അവൻ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നുണ്ട് തേണ്ടി. അവസാനം അങ്ങേര് പറയും, ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല വൈകുന്നേരം വരും. നിനക്കെന്താ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ ആളുടെ മൂക്കിലേക്ക് ഊതി കൊടുക്കും. ആ സ്മെല്ല് ഹീറോയുടെ മൂക്കിൻ്റെ അറ്റത്ത് പോയിട്ടാണ് തിരിച്ചു വരിക. ഇനി ഹീറോക്ക് ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീറോയുടെ സർട്ടിഫിക്കറ്റ് ഫോം ഇവിടെ ഫില്ല് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഹീറോയുടെ പേര് എഴുതിയ ഫോമിൽ ഹീറോ ഒപ്പം വെച്ച് അത് അവിടെയുള്ള ലോക്കറിൽ വെക്കും. ഇനിയാണ് ഹീറോ ഇവിടെ ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്ന നേരം മോർച്ചറിയിൽ വള്ളി വലിച്ച ശബ്ദം ഉണ്ടാക്കുന്ന സൈറൻ ആ റൂമിൽ ഹീറോ ഇപ്പോഴാണ് കാണുന്നത്. എന്നാൽ അങ്ങേര് പറയും, ഞാൻ പറഞ്ഞ റേഡിയോ അതെന്തായാലും ഒന്ന് വാങ്ങിച്ചു വെച്ചോ. എന്നാൽ ഹീറോ പറയും, എനിക്ക് റേഡിയോ കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുക. എന്നിരുന്നാലും നീ ഒരു റേഡിയോ വാങ്ങിച്ചോന്നും പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് അതിക്രമിച്ച് കയറി വന്നാൽ അവരെ അടിക്കാനായിട്ടുള്ള വടിയും ഹീറോക്ക് കാണിച്ചു കൊടുത്ത് ഹീറോയോട് പൊക്കോളാനായിട്ട് പറയും. അടുത്ത ദിവസം മുതലാണ് ഹീറോ ജോലി ചെയ്യാനായിട്ട് വരുന്നത്. പിറ്റേന്ന് രാവിലെ ഹീറോ കാമുകിയുടെ കൂടെ അങ്ങനെ കട്ടിലേക്ക് കിടക്കാണ്. നമ്മുടെ ആൾ ചോദിക്കും, ഞാൻ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അതൊരു പൈങ്കിളി സിനിമയിലെ ഡയലോഗായിട്ട് നിനക്ക് തോന്നുമോ? എന്നാൽ അവൾ പറയും, അത് പറയുന്നതിൻ്റെ ശൈലി അനുസരിച്ചിരിക്കും. അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അവൾ നാടകത്തിലെല്ലാം അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു നായികയാണ്. അതുകൊണ്ട് അവൾക്ക് ഇതുപോലെയുള്ള നാടക സംഭാഷണങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് അവൾ പോയി കഴിയുന്നേരം ഹീറോ ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കുകയാണ്, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. അങ്ങനെ അന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഹീറോ ആദ്യ ദിനത്തെ തൻ്റെ ജോലി ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹീറോയുടെ ആദ്യ ദിനം നേരത്തെയായിരുന്നു എന്ന്. അതല്ല, ഇതാണ് ഹീറോയുടെ ആദ്യ ദിനം. മോർച്ചറിയിലെത്തി സെക്യൂരിറ്റിയുടെ യൂണിഫോം എല്ലാം ധരിച്ച് അവിടെ ഇരിക്കാൻ നേരത്താണ് അവിടെയുള്ള അവസാനത്തെ ഡോക്ടറും പോയി കഴിയുന്നത്. ഇനി അവിടെ ഹീറോ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക. ഉള്ളിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എല്ലാ പുസ്തകമൊക്കെ എടുത്തു വെച്ച് അങ്ങനെ പഠിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോഴാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നുക. നേരെ സൈറനിലേക്ക് നോക്കുന്ന നേരം അതിൽ നല്ല ശബ്ദം വരുന്നത്. മേലേക്ക് നോക്കുന്ന നേരം അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈറ്റിനകത്ത് ഒരു പാറ്റ കുടുങ്ങി കിടക്കാണ്. അതിന്റെ ശബ്ദമാണ് അവൻ കേൾക്കുന്നത്. ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുന്ന നേരം അവന് പുറത്താരൊക്കെയോ നടക്കുന്ന പോലെ തോന്നുക. എന്തൊക്കെയോ ഒരു പേടി തോന്നുക. ഇതൊരു മോർച്ചറി ആണല്ലോ, അതുകൊണ്ട് തന്നെ പേടിക്കാനായിട്ട് വേറെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ. എന്തായാലും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് ഹീറോ പാട്ടും ഒച്ചത്തിൽ വെച്ച് ഒരു സിഗരറ്റും കത്തിച്ച് അങ്ങനെ അതും ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് റൗണ്ട്സിന് പോകാനുള്ള അലാറം അടിയുക. അതിൽ ടൈമർ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അത് അടിയുന്ന നേരം ഇങ്ങനെ റൗണ്ട് അടിക്കാൻ പോയാൽ മതി. എന്തായാലും കെട്ടും പാടങ്ങളും എടുത്ത് ഹീറോ റൗണ്ട്സിനായിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങും. അതിലൂടെ നടക്കുന്ന നേരമെല്ലാം ചെറിയ ചെറിയ പേടിയുണ്ട്, ആരെങ്കിലും അടുത്ത് വന്നാലോ, ഏതൊരു ആത്മാക്കളിങ്ങ് അടുത്ത് വന്നാലോ. എന്നിരുന്നാലും ആദ്യത്തെ ചെറിയ മുറിയിൽ കയറി അവിടെയുള്ള കീ എടുത്ത് തിരിക്കും. ഇനി അടുത്തതായിട്ട് ബോഡി പാർട്സ് ഇട്ട് വെക്കുന്ന ആ റൂമിലേക്കാണ്, വലിയ വലിയ പാർട്സ് വെച്ചിരിക്കുന്ന ആ റൂമിലേക്കാണ് ചെല്ലേണ്ടത്. അവിടെയും ചെന്ന് കീ തിരിക്കുമെങ്കിലും ആ പാർട്സ് എല്ലാം ഒന്നുകൂടെ കാണാനായിട്ട് അവനൊരു തോന്നൽ. അവൻ മെല്ലെ അതിനകത്തേക്ക് നോക്കുമെങ്കിലും അവന് പേടിയായിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അവസാനമായിട്ട് മോർച്ചറിയിലേക്കാണ് ചെല്ലേണ്ടത്. അതാണ് അവൻ ഏറ്റവും കൂടുതൽ പേടിയാവുക. അവിടെ അകത്ത് കയറുമ്പോൾ തന്നെ കൈയെല്ലാം മുഖത്ത് വെച്ച് മറച്ചു പിടിച്ചാണ് അവൻ ആ കീ ചെന്ന് തിരിക്കുന്നത്. അതുപോലെ തന്നെ മെല്ലെ പുറത്തിറങ്ങി വന്ന് ഡോറടയ്ക്കുമ്പോഴാണ് അകത്തുള്ള ലൈറ്റ് അണയ്ക്കാനായിട്ട് മറന്നുപോയത്. എന്നാൽ അതിനും അവന് പേടിയാണ്. അവൻ മെല്ലെ അകത്തേക്ക് കൈയിട്ട് ആ ലൈറ്റ് എങ്ങനെയോ അണച്ച് പുറത്തേക്ക് വരും. അവൻ ഓടിയാണ് അവൻ്റെ റൂമിൽ വന്നിരിക്കുക. ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് അവൻ എങ്ങനെയായിരിക്കും പോകാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തായാലും അടുത്ത ദിവസം നമ്മുടെ ഹീറോ മാർട്ടിൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവൻ ക്ലാസ്സിലിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടില്ലായിരുന്നല്ലോ. അവൻ ഇപ്പോഴാണ് ക്ലാസ്സിലിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അന്നേരം അവൻ്റെ കൂട്ടുകാരൻ ജെൻസി ചോദിക്കും, നിനക്ക് കാശിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ അമ്മയോട് ചോദിച്ചാൽ പോരെ, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഏയ് അതൊന്നും ശരിയാവില്ലടോ എന്ന് പറഞ്ഞ് അവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു വിചാരിക്കുമെങ്കിലും അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ വേറെ എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൂട്ടുകാരൻ പറയാ, വരുന്ന 2 ആഴ്ച നമുക്ക് എല്ലാ നിയന്ത്രണങ്ങളും മറക്കാം, നമുക്ക് പരസ്പരം വെല്ലുവിളിച്ച് നടക്കാം. അതുകൊണ്ട് എന്ത് സാഹസവും നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കണം. ഉദാഹരണത്തിന് ഞാൻ നിന്നെ ഒരു കാര്യത്തിൽ വെല്ലുവിളിച്ച് നീ അതിൽ നിന്നും പിന്മാറിയാലും നീ തോറ്റു. പിന്നെ ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കണം. ഓക്കെ ആണോ? ഹീറോക്ക് ഇത് വേണ്ടാന്ന് പറയണമെന്നുണ്ട്. എന്നിരുന്നാലും കൂട്ടുകാരൻ പറഞ്ഞാൽ ഇത് ചെയ്യാന്ന് വിചാരിക്കും. ചെറുതായിട്ട് ഹീറോയുടെ മനസ്സിലും ഇത് ചെയ്യാന്നുണ്ട്. സത്യം പറഞ്ഞാൽ വരുന്ന 2 ആഴ്ചത്തേക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് തോന്നിയാസം വേണമെങ്കിലും ചെയ്യാം. ഒന്നിനും ഒരു ലിമിറ്റും ഉണ്ടാവില്ല. ക്ലാസ്സും കഴിഞ്ഞ് കാമുകിമാരെയും കൂട്ടിയിട്ട് അവർ നേരെ ഒരു ബാറിലേക്കാണ് വരുന്നത്. അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിച്ച് വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കൂട്ടുകാരൻ്റെ കാമുകിയില്ലേ, അവളൊരു പുരോഹിതയാണ്, പള്ളിയിലെ ഒരു പുരോഹിതയാണ്. കന്യാസ്ത്രീ എന്ന് പറയുമോ എന്നറിയില്ല. പക്ഷേ ഈ സിനിമയിൽ അവൾ പുരോഹിതയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ ചെയ്യുന്നത് തെറ്റല്ലേ? അവളിപ്പോൾ ഒരാളെ പ്രണയിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എന്നെപ്പോലെ അറിയാത്ത ആളുകൾ വേറെയും കുറേ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് അറിയുന്ന ആളുകൾ ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും അടുത്ത ഞായറാഴ്ച അവളുടെ പള്ളിയിൽ ആദ്യ ദിനമാണ്. അവൾ ജോലി ചെയ്യുന്ന
ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും അവൾ പള്ളിയിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാം ഡൺ എന്തായാലും വന്നിരിക്കുമെന്ന് പറയുന്നവരാണ് അവൾക്ക് എന്തോ വാഷ്റൂമിലേക്ക് പോകാനായിട്ട് തോന്നുക. അങ്ങനെ ഹീറോയുടെ കാമുകി കലിങ്കയും കൂട്ടിയിട്ട് അവൾ വാഷ്റൂമിലേക്ക് ചെല്ലും. അന്നേരമാണ് ഹീറോ ജെൻസിനോട് പറയാ, നിനക്ക് പറ്റുമെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന മോർച്ചറിയിലേക്ക് നീ വാ, ഞാൻ നിന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. എന്നാൽ ജെൻസ് ഹീറോ പറയുന്ന കാര്യമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവൻ തിരിച്ചു പറയും, ഞാൻ ഇന്നലെ 17 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു ബസ് സ്റ്റോപ്പിൽ കണ്ടു. അവളുടെ ബസ് വന്നപ്പോഴും അവൾ ആ ബസ്സിൽ കയറി പോയില്ല. എന്തായിരിക്കും? ഹീറോ പറയും, അവളുടെ ബസ് ചിലപ്പോൾ അതല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അതൊന്നുമല്ല, അവൾ 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കോൾ ഗേളാണ്, പേര് സാൻഡി. ഇതേ സമയത്താണ് ഹൃദം ബാറിലേക്ക് വന്ന് 50 ക്രോൺസ് കൊടുത്തിട്ട് ഞാൻ 500 തന്നതെന്ന് പറഞ്ഞ് അതിനുള്ള മദ്യം ചോദിക്കുക. എന്നാൽ ആ ബാറിൽ നിൽക്കുന്നവൻ അത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് അടിയുണ്ടാക്കുകയാണ്. അന്നേരം അവൻ്റെ കൂട്ടുകാരൻ പറയും, എന്താടാ നീ ഒന്ന് കൂളാവും, അതിന് അവൻ്റെ മോന്ത കിട്ടും, ഒരൊറ്റ ഇടി എടുക്കും. അതേ സമയത്താണ് നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ പെണ്ണുങ്ങൾ അതുവഴി ഇങ്ങോട്ട് വരുന്നത്. അവൻ ജെൻസിൻ്റെ കാമുകിയെ പിടിച്ച്, എടി മോളെ ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ പോരും, നിനക്ക് നല്ലൊരു സദ്യ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, എന്താ പോരുന്നോ? അവളാണെങ്കിൽ നീ എന്നൊന്ന് വിഡ്രോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ അത് വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. നമ്മുടെ ടീമാണെങ്കിൽ ഇതും കണ്ടോണ്ടിരിക്കുകയാണ്. അവസാനം അവൾ എങ്ങനെയോ അവൻ്റെ അടുത്ത് നിന്ന് ഊരി വരുന്നേരം അവൻ കലിങ്കയുടെ മുടിക്കും പിടിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ടീമിൻ്റെ അടുത്ത് വന്ന് അവർ പറയാം, ഇതെല്ലാം കണ്ടെന്ന് ആസ്വദിച്ചില്ലേ, എന്നാൽ പിന്നെ ശരി ഞങ്ങൾ പോട്ടെ. അവരവിടെ അതും കണ്ടുകൊണ്ടിരുന്ന് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരങ്ങനെ ഇറങ്ങിപ്പോകുന്ന നേരം നമ്മുടെ ഹീറോ നമ്മുടെ ആളോട് പറയും, ജെൻസിനോട് പറയും, നിനക്ക് ഇപ്പം അവൻ്റെ അടുത്ത് പോയി ഇതിന് പകരം ചോദിക്കാൻ പറ്റുമോ? എന്താ ജെൻസ് അപ്പോഴേക്ക് അത് കാര്യമൊക്കെ എടുത്തു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അവൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. പിന്നാലെ തന്നെ മാർട്ടിൻ വന്ന്, ജെൻസ് ഇത് കാര്യമൊക്കെയല്ല, നീ തിരിച്ചു പോരും, ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്നാൽ ജെൻസ് അത് കാര്യമാക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഡോ മത്തിത്തലയാ, മാനിയായിട്ട് ജീവിക്കുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന പരിപാടി അത് നീ നിർത്തിക്കോ, അത് നിനക്ക് നല്ലതിനല്ല. നീ ആരാടോ, വലിയ കോപ്പിലോ മോനോ? സോറി, നീ ഒരു വേശ്യയ്ക്ക് ജനിച്ചായതുകൊണ്ട് തന്നെ നിന്റെ തന്ത ആരാന്ന് നിനക്കറിയില്ലല്ലോ, അതുകൊണ്ട് ആർക്ക് വേണേലും ആവാം. അന്നേരം അവൻ ജെൻസിന്റെ മോന്ത കിട്ട ഒരു ഒറ്റ ഇടിയും കൊടുക്കും. തിരിച്ചിടിക്കാനാണെങ്കിൽ അവൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ട്, കുറച്ച് തടിമാടന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ പെട്ടെന്ന് തന്നെ ജെൻസിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകും. അവർ തിരിച്ചു വരുന്ന നേരത്തും ഹീറോ ആണെങ്കിൽ ജെൻസ് അവനെ കളിയാക്കിയതിന്റെ സന്തോഷത്തിലാണ്. അതിന്റെ സന്തോഷം ആർത്ത് വിളിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. നീ അവനെ വേശ്യയുടെ മോനെന്ന് വിളിച്ചപ്പോൾ അവന്റെ മോന്ത ഇത് കാണായിരുന്നു, ഊഫ് ഏതായിരുന്നു. എന്നാൽ കുറച്ച് കഴിയുന്നേരം ജെൻസ് പറയും, ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ കോൾ ഗേൾ സാൻഡി, അവൾ ഞാൻ പറഞ്ഞ എല്ലാം ചെയ്തു. പക്ഷേ ജെൻസ് അവന്റെ പേര് മാർട്ടിൻ എന്ന് പറഞ്ഞാണ് അവളെ യൂസ് ചെയ്തത്, ഹീറോയുടെ പേര് പറഞ്ഞാണ് അവളെ യൂസ് ചെയ്തത്. അതിന് ഹീറോ, എടാ തന്തയില്ലാത്തവനെ, നീ അങ്ങനെ തന്നെ ചെയ്തല്ലേ? അന്നേരം ജെൻസ് അവനൊന്ന് ഇരുത്തി നോക്കും. അതെന്താന്ന് വെച്ചാൽ ശരിക്കും ജെൻസിന് അറിയില്ല അവന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം. അതിന്റെ ദേഷ്യത്തിൽ അവൻ പറയും, എനിക്ക് ആരും ആവണ്ട, എനിക്കൊരു നിയമ വിദ്യാർത്ഥി ഒന്നും ആവണ്ട, തന്തയില്ലാത്ത എനിക്ക് ഒരു നീചനാവാൻ മാത്രമേ പറ്റൂ. അന്നേരം ഹീറോ പറയും, എനിക്കും ചിലപ്പോൾ ഒരു നീചനാവാൻ പറ്റും. ജെൻസ് ചോദിക്കും, നീ ഇപ്പോൾ പറഞ്ഞ കാര്യം നിനക്ക് ഉറപ്പാണോ? അതിന് ഹീറോ പറയും, അതെനിക്ക് ഉറപ്പാണ്, നീ എനിക്ക് വേണേ എന്തെങ്കിലും ഒരു ചലഞ്ച് തന്നോ. അന്നേരമാണ് ജെൻസ് പറയുക, നീ ആ കോൾ ഗേൾ സാൻഡിയുടെ കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നാൽ ഹീറോക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. എന്നാൽ ചലഞ്ച് ഏറ്റെടുത്ത് പോയല്ലോ, ഇനിയൊന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ ഹീറോ പറഞ്ഞ ചലഞ്ച് ജെൻസ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി ജെൻസ് പറഞ്ഞ് ഹീറോക്ക് എന്തായാലും ഏറ്റെടുത്തല്ലേ പറ്റൂ. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ ഹീറോ വീണ്ടും കാമുകിയുടെ കൂടെ കിടക്കാണ്. അവരുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നിരുന്നാലും അവരിങ്ങനെയാണ് താമസിക്കുക. അങ്ങനെ അന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഹീറോ വീണ്ടും ജോലിക്കായിട്ട് പോവാണ്. ഇന്നാണെങ്കിൽ വലിയ പേടിയൊന്നുമില്ല, കുറച്ച് ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. പാട്ടും വെച്ച് അതും കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് പിന്നിൽ ആരോ വന്ന് നിൽക്കുന്നത്. പേടിച്ച് നോക്കുന്നേരം ഒരു ജെന്റിൽമാൻ, അങ്ങനെ സാധാരണക്കാരനല്ല, ഒരു പോലീസുകാരനാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു സൈക്കോ കില്ലറെ അന്വേഷിക്കുന്ന ഒരു പോലീസുകാരനെ കണ്ടില്ലായിരുന്നോ? ആ പോലീസുകാരനാണ് ഈ പോലീസുകാരൻ. ആ സൈക്കോ കില്ലർ ഒരു സ്ത്രീയെ കൊന്നു എന്ന് പറഞ്ഞില്ലേ, അവളുടെ ബോഡി ഇന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുവരിക, ഈ മോർച്ചറിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ വെച്ചാണ് ആ ബോഡിയുമായുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. ഹീറോയോട് അങ്ങനെ ചോദിക്കും, നീ എന്താ പേടിച്ചു പോയോ? ഹീറോ ഇല്ല എന്നൊക്കെ ഇങ്ങനെ കാണിക്കും. എന്നാലും ഹീറോ പേടിച്ചിട്ടുണ്ട്. ഹീറോ ഇവിടെ പുതുതായിട്ട് ജോലി ചെയ്യാനായിട്ട് വന്നാന്നറിയുന്ന നേരം അങ്ങനെ പറയും, ഞാനും പണ്ട് ഇവിടെ ജോലി ചെയ്തിരുന്നു, പക്ഷേ ഇപ്പം ഞാനൊരു കൊലയാളി അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഹീറോയുടെ അലാറം അടിക്കുക. ഹീറോ ഗ്രൗണ്ട്സിന് പോകാനുള്ള സമയമായി. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോവുക. അന്നേരം ഹീറോ ചോദിക്കും, ആ കൊലയാളിയെ ഇതുവരെ മനസ്സിലാക്കാനെങ്കിലും പറ്റിയോ? അതിനങ്ങനെ പറയും, അവനെ മനസ്സിലാക്കാൻ പറ്റി, അവനൊരു ട്രേഡ് മാർക്ക് ഉണ്ട്, അവൻ കൊല്ലുന്ന സ്ത്രീകളുടെ ശിരോചർമ്മം അവൻ വെട്ടിമാറ്റും. അതെന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുടിയുടെ ഭാഗം അവൻ ചെത്തി മാറ്റും. അതേ സമയത്ത് തന്നെയാണ് ആ പോലീസുകാരൻ്റെ അസിസ്റ്റന്റ് ആ ബോഡിയായിട്ട് അങ്ങോട്ട് വരുന്നത്. അസിസ്റ്റന്റ് അങ്ങോട്ട് ചെല്ലുന്ന നേരം പോലീസുകാരൻ പറഞ്ഞെടുക്കും, ഇത് നമ്മുടെ പുതിയ ആളാണ്, പേര് മാർട്ടിൻ. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ മോർച്ചറിയിലേക്കാണ് ചെല്ലുക. അവിടെയാണെങ്കിൽ ആ ബോഡി ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുണി മാറ്റുന്നേരാണ് ആ സ്ത്രീയുടെ തല വെട്ടി കിടക്കുന്ന കാണുന്നേരാണ് നമ്മുടെ ഹീറോ പേടിക്കുക. ആ മുടി വെട്ടി മാറ്റി വെച്ചിരിക്കുക മാത്രമല്ല ചെയ്തത്, ആ ബോഡിയുടെ വയറിൻ്റെ ഏറ്റവും താഴെയായിട്ട് വലതുഭാഗത്ത് കുത്തിക്കീറി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആളാണെങ്കിൽ ഇതെല്ലാം കണ്ടുപോയല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചാണ് നിൽക്കുന്നത്. പോലീസുകാരനാണെങ്കിൽ ആ ബോഡിയിൽ 2-3 തവണ മണപ്പിച്ചെല്ലാം നോക്കുന്നുണ്ട്, സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഷെർലക് ഹോംസിൻ്റെ ആരെങ്കിലും ആയിരിക്കും, അതായിരിക്കും. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ ഹീറോ കാമുകിയുടെ കൂടെയാണ്. തലേന്ന് രാത്രി ആ ബോഡി കണ്ട കാര്യം പറയുന്ന നേരം അവൾ ചോദിക്കും, അവരെന്തിനാണ് നിങ്ങൾക്ക് ആ ബോഡി കാണിച്ചു തന്നേ? ഹീറോ പറയും, അവരെനിക്ക് കാണിച്ചു തന്നല്ല, ഞാൻ അവരുടെ കൂടെ ചെന്നാണ്. അതിന് അവൾ പറയാം, നിങ്ങളത് കാണേണ്ട ആവശ്യമില്ലായിരുന്നോ, നിങ്ങൾ എന്തിനാണ് കണ്ടത്? ഇതിപ്പോൾ കണ്ടത് പോയാന്നാണ് ഹീറോ വിചാരിക്കുന്നത്. അവൾ വെറുതെ ചോദിച്ചാണ്. ഇതെല്ലാം കണ്ട് ഹീറോ പേടിക്കുമെന്ന് അവൾക്കറിയാം, അതുകൊണ്ടാണ് അവൾ എന്തിനാ കണ്ടതെന്ന് ചോദിക്കുന്നത്. അങ്ങനെ അന്നും ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഹീറോ നേരെ ജോലിക്കായിട്ട് അവിടെ എത്തി. അങ്ങനെ പഠിക്കാനായിട്ട് പുസ്തകമെല്ലാം എടുത്തു വെച്ചിരിക്കുന്നതായിരുന്നാണ് പെട്ടെന്ന് ആ സൈറൻ അടിയുന്നത്. ഏത് സൈറൻ? ആ മോർച്ചറിയിലെ സൈറൻ അല്ലായിരുന്നോ? അവിടെ ആർക്കെങ്കിലും ജീവൻ വെച്ചാൽ ആ വള്ളി പിടിച്ച് വലിച്ചാലുണ്ടാകുന്ന ശബ്ദം
പ്രശ്നം? അത് കേൾക്കുന്ന ഹീറോക്ക് പിന്നെ നിൽക്കപ്പുറതിയില്ല. പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കും. എന്നാൽ ഡോക്ടർ പറയാ, ഞാൻ വരാനായിട്ട് 1 മണിക്കൂർ എടുക്കും. അതിനു മുന്നേ നീ അവിടെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചില സമയങ്ങളിൽ ആ സൈറൻ വെറുതെ വെച്ചുണ്ടാക്കും. അതുകൊണ്ട് നീ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോഴേക്കും ഞാൻ അവിടെ എത്താം. ഹീറോ ആണെങ്കിൽ പേടിച്ച് ടോർച്ച് എടുത്തുകൊണ്ട് നേരെ മോർച്ചറിയിലേക്കാണ് ചെല്ലുന്നത്. അതിന്റെ അടുത്തെത്തുമ്പോഴാണ് കാണുക അതിന്റെ ഡോറ് തുറന്നു കിടക്കാണ്. അകത്തേക്ക് ചെന്ന് നോക്കുന്ന നേരം ആ വള്ളിയാണെങ്കിൽ ആടി കളിക്കുകയാണ്. അതോടെ ഒരു കാര്യം മനസ്സിലായി, അത് വെറുതെ ശബ്ദം ഉണ്ടാക്കിയതല്ല, ആരോ അത് പിടിച്ച് വലിച്ചാണ്. എന്നാൽ ആ വള്ളിയുടെ നേരെ താഴെയായിട്ട് ഒരു ബോഡി കിടക്കുന്നുണ്ട്. ആ ബോഡിയാണെങ്കിൽ നേരത്തെ അവിടെ ഇല്ലായിരുന്നു, പെട്ടെന്ന് അവിടെ എങ്ങാൻ വന്നൊരു ബോഡിയാണ്. അത് ആരുടെ ബോഡിയാണെന്ന് കാലി നോക്കുമ്പോഴാണ് മനസ്സിലാവുക അത് ഹീറോയുടെ ബോഡി തന്നെയാണ്. അതിൽ മാർട്ടിൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പെട്ടെന്നാണ് ആ ബോഡി മെല്ലെ എഴുന്നേറ്റ് വരിക. ഓടാനും പറ്റുന്നില്ല, ശബ്ദം ഉണ്ടാക്കാനും പറ്റുന്നില്ല. എന്നാൽ ആ ബോഡി കാണുമ്പോഴാണ് മനസ്സിലാവുക അത് ജെൻസാണ്. മുന്നേ ബാറിൽ വെച്ച് ഹീറോ അവനോട് പറഞ്ഞിരുന്നല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു ദിവസം വന്ന്. എന്നാൽ അവൻ വന്നത് ഇങ്ങനെയായിരുന്നു. ഹീറോ ആണെങ്കിൽ പേടിച്ചിട്ട് നീ എന്താടോ കാണിച്ചതെന്ന് ചോദിച്ച് അവനെ ചീത്ത പറയാണ്. തിരിച്ച് റൂമിലേക്ക് തന്നെ വരുന്നേരം നീ എങ്ങനെയാടോ അകത്തേക്ക് കയറിയെന്ന് ചോദിക്കുന്നേരം പറയും, ഞാൻ ഇവിടേക്ക് വരുന്നേരം അവിടെ ഡോറ് തുറന്നെടുക്കുകയായിരുന്നു. ഞാൻ അകത്തേക്ക് കയറി വന്നു. ഒരു 5 മിനിറ്റോളം ഇവിടെ നിന്ന് ഞാൻ നിന്നെ നോക്കി നിന്നു. എന്നാൽ നീ ഒന്നും അറിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മെല്ലെ താഴേക്ക് ഇറങ്ങിയാണ്. എന്നാൽ ജെൻസിന് ഇനിയും അവിടെ നിർത്താനായിട്ട് പറ്റില്ല. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഡോക്ടർ അവിടെ എത്തും. ഡോക്ടർ അവിടെ എത്തിയാൽ പിന്നെ രാത്രി ഒരാളെ കൂടെ ഇവിടെ കണ്ടാൽ വലിയ പ്രശ്നമാവും. അങ്ങനെ അവനെ പറഞ്ഞു വിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഡോക്ടർ അവിടെ എത്തും. പറ എന്താ നടന്നതെന്ന് ചോദിക്കുന്നേരം നമ്മുടെ ആൾ പറയും, അതാ സൈറന്റെ ശബ്ദമല്ലായിരുന്നു, എൻ്റെ അലാറം അടിഞ്ഞാണ്. ഇങ്ങനെ രാത്രി എന്നെ ഇങ്ങോട്ട് വിളിച്ച് കൊണ്ടുവരാൻ ഇത് കുട്ടികളെയല്ല, ഇനി മേലിത് ഉണ്ടാവരുതെന്നും പറഞ്ഞ് അങ്ങനെ അവിടുന്ന് പോകും. അങ്ങനെ അടുത്ത ദിവസം രാത്രി ആവുന്ന നേരം ഹീറോ ജെൻസിന്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഹീറോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജെൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജെൻസ് പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് ഹീറോ ചെയ്യണ്ടേ. അങ്ങനെ ജെൻസ് അവിടുന്ന് മാറി കൊടുക്കുമ്പോഴാണ് ആ 17 വയസ്സുകാരി കോൾ ഗേൾ സാൻഡി അങ്ങോട്ട് വരുന്നത്. അവളാണെങ്കിൽ ഹീറോയുടെ തൊട്ടടുത്ത് വന്നിരിക്കും. വെയിറ്റർ വന്ന് നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കുന്നേരം ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന് നമ്മുടെ ആൾ പറയുമെങ്കിലും അവൾ പറയും എനിക്ക് വേണം. എന്നിട്ട് അവക്കായിട്ട് ഒരു ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം അവളാണെങ്കിൽ ഹീറോയുടെ പ്രത്യേക ഭാഗങ്ങളിൽ ശരീരഭാഗങ്ങളിലെല്ലാം മെല്ലെ മെല്ലെ പിടിയാണ്. ഇതെല്ലാം കണ്ട് ഹീറോയുടെ കൂട്ടുകാരൻ പെരുത്ത് ചിരിയാണ്, ശരിയോട് ചിരിയാണ്. എന്നാൽ അവളാണെങ്കിൽ അത് നിർത്താനുള്ള ഉദ്ദേശമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് അവൾ താഴ്ന്നു നിന്ന് വേറെന്തൊരു പരിപാടി. ഇത് കാണുന്ന വെയിറ്റർ ചെന്ന് പറയും, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാലൊന്നും കുഴപ്പമില്ലായിരുന്നോ. ഇത് കാണുന്ന ജെൻസ് അങ്ങോട്ട് വന്ന് ഇത് ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. എന്നിട്ട് അവളോട് പറയും നീ വിസ്കി കഴിക്കേ. അവൾ കഴിക്കില്ല എന്ന് പറയുന്ന നേരം നമ്മുടെ ആൾ ചോദിക്കും നീ അത് കഴിക്കാനായിട്ട് ഞാൻ നിനക്ക് എത്ര ക്രൗൺസ് തരണം. അതിന് അവൾ പറയും 100. അത് കൊടുക്കുമ്പോൾ തന്നെ അവൾ കുടിക്കാനായിട്ട് ശ്രമിക്കും. അന്നേരം ജെൻസ് പറയും ഇത്ര കുടിച്ചാൽ പോരാ, ഞാൻ അളവിൻ്റെ കാര്യം നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ കുറച്ചുകൂടെ ഒഴിച്ച് അതിൽ നിറച്ചാണ് അവൾക്ക് കൊടുക്കുക. അത് അവൾ എങ്ങനെയോ കുടിച്ച് കഴിയുന്ന നേരം നമ്മുടെ ആൾ ചോദിക്കും നീ ചിരിക്കാനായിട്ട് ഞാൻ നിനക്ക് എത്ര തരണം. അതിനും അവൾ 100 എന്നാണ് പറയാം. എന്നാൽ അതിൻ്റെ കാശ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളൊരു മാട്ടച്ചിരിയാണ് ചിരിക്കുക, നല്ലപോലെ ചിരിക്കുന്നില്ല. നീ ചിരിക്കുന്നില്ലെങ്കിൽ നീ എന്നോട് ഐ ലവ് യു എന്നെങ്കിലും പറ. എന്നാൽ അവൾ അതും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ ആ 100 ക്രൗൺസ് തിരിച്ചതാ, അത് തിരിച്ചു തരാനായിട്ട് ഞാൻ നിനക്ക് എത്ര തരണം. അതിനും അവൾ 100 എന്ന് പറയുന്ന നേരം ആ 100 ക്രൗൺസ് കൊടുത്തിട്ട് ആ 100 തിരിച്ചു വാങ്ങും. നിന്റെ മുഖം കണ്ടാൽ മനസ്സിലാകും നീ വളരെ വിഷമിച്ചാണ് നിൽക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു അനുഭവം നീ ഇപ്പോൾ പറയണം. അതിന് അവൾ പറയും അതെനിക്ക് പറയാൻ പറ്റില്ല. അതിന് ജെൻസ് ഞാൻ നിന്നെ വിലക്കെടുത്തവനാണ്, ഇന്ന് രാത്രി മുഴുവനും ഞാൻ പറയുന്ന പോലെയാണ് നീ ചെയ്യേണ്ടത്, അതുകൊണ്ട് നീ പറഞ്ഞേ പറ്റൂ. അങ്ങനെ അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവളോട് ആരോ ഒരാൾ പറഞ്ഞു നീ മരിച്ച പോലെ മേലെ ഒരു തുണി ഇട്ട് താഴെ കിടന്നാൽ നിനക്ക് 1000 ക്രൗൺസ് തരാം. എന്നാൽ പരിചയമില്ലാത്ത ആളുകളെയൊന്നും അവൾ വീട്ടിലേക്ക് വിളിക്കാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അയാൾ ഒഴിവാക്കി വിട്ടു. എന്നാൽ അവളുടെ കൂട്ടുകാരി അയാൾ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നാൽ അയാൾ അവളെ ക്രൂരമായിട്ട് കൊന്നു, അവളുടെ ശിരോചർമ്മം വെട്ടിമാറ്റി. അവസാനം ആ ബോഡി തിരിച്ചറിയാനായിട്ട് സാൻഡിയാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത്. എന്നാൽ അവൾ ഈ പറയുന്ന ബോഡി ആരുടേതാണെന്ന് വെച്ചാൽ അവസാനമായിട്ട് ആ സൈക്കോ കില്ലർ കൊന്ന പെണ്ണില്ലായിരുന്നോ. ഹീറോ ജോലി ചെയ്യുന്ന മോർച്ചറിയിലേക്ക് എത്തിയ ബോഡി, അതിനെക്കുറിച്ചാണ് അവൾ സംസാരിക്കുന്നത്. എന്നാൽ അവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൂരെ നിന്ന് ആരോ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. സാൻഡി ആണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ജെൻസിനോട് ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. എന്നാൽ അവൾക്കറിയില്ല ജെൻസിന്റെ പേര് ജെൻസ് ആണെന്നുള്ള കാര്യം. അവളുടെ മനസ്സിൽ ജെൻസിന്റെ പേര് മാർട്ടിൻ എന്നാണ്. ഇപ്പൊ ഹീറോ ആണെങ്കിൽ അവളെ പരിചയപ്പെട്ടത് ജെൻസ് എന്ന പേരിലാണ്. അവർ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ഇപ്പൊ അവളുടെ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ അവളെയും പറഞ്ഞു വിട്ട് ഹീറോ തിരിച്ച് കാമുകിയുടെ അടുത്ത് വന്ന് കിടക്കുന്ന നേരം അവൾ അരബോധത്തിൽ പറയും നേരത്തെ സാൻഡിയോ കാൻഡിയോ അങ്ങനെ ആരോ ഒന്ന് നിന്നെ വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞു നീ ഇവിടെ ഇല്ലാന്ന്. അതാരാ? അത് കേൾക്കുന്ന ഹീറോ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ഇതെങ്ങാനും ഇവൾ അറിഞ്ഞ ഈ പ്രണയം ഇനി ഇതുപോലെ ഉണ്ടാവില്ല. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ജെൻസിന്റെ കാമുകിയില്ലായിരുന്നോ, അവളുടെ പള്ളിയിലുള്ള ആദ്യത്തെ ദിനമാണിന്ന്, ആദ്യത്തെ ദിവസമാണ്. കുർബാന തുടങ്ങാനുള്ള സമയമായിട്ടും അവരെല്ലാവരും അവിടെ എത്തിയിട്ടും ജെൻസ് മാത്രം അവിടെ എത്തിയിട്ടില്ല. കുറച്ച് സമയം കഴിയുമ്പോഴാണ് തലേന്ന് രാത്രി വെള്ളടിച്ച ഹാങ് ഓവറിൽ സൈക്കിൾ അവൻ അങ്ങോട്ട് വരുന്നത്. അവിടെ ഇവിടെയും വീണ് അവസാനം അവളുടെ മുന്നിലും ഒന്ന് വീണ് കൊടുക്കും. സ്വീറ്റി ഞാൻ എത്താൻ നേരം വൈകിപ്പോയി, എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ചർച്ചിലേക്ക് കയറി ചെല്ലും. കുർബാന തുടങ്ങിയിട്ടാണോ അത് കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല, അവൾ എല്ലാവർക്കും എന്തോ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. അതും യേശുവിന്റെ മാംസമാണെന്ന് പറഞ്ഞാണ് അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നത്. എന്നാൽ
എന്നാൽ കൊടുക്കുന്നത് മാംസമല്ല, എന്തോ ഒരു കോയിൻ പോലെയുള്ള സാധനമാണ്. അതെല്ലാവരും വായിലേക്ക് വെക്കും. എന്നാൽ ജെൻസിനാണെങ്കിൽ അത് വായിലേക്ക് വെക്കാനായിട്ട് പറ്റുന്നില്ല. അവൾ അവൻ്റെ മോന്തക്കിട്ട് നോക്കുന്ന നേരം വേറെ വഴിയില്ലാതെ അവൻ അത് കഴിക്കും. അടുത്തായിട്ട് കൊണ്ടുവരുന്നത് യേശുവിൻ്റെ രക്തമാണ്. എല്ലാവർക്കും യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ആളുടെ ക്ലാസ്സിലേക്കും യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞ് വൈനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും വൈൻ തന്നെയാണ് കൊടുക്കുന്നത്. എന്നാൽ ജെൻസിന് അത് കഴിക്കാനായിട്ട് പറ്റില്ല. അവൻ തലേന്ന് രാത്രി വെള്ളമടിച്ചത് കൊണ്ടാണ് തോന്നുന്നു അത് വായിലേക്ക് വെക്കാനായിട്ട് പറ്റുന്നില്ല. അവൾ വീണ്ടും അവൻ്റെ മോന്തക്കിട്ട് തുറിച്ച് നോക്കുന്ന നേരം അവൻ അതും കഴിക്കും. എന്നാൽ അതിൻ്റെ ടേസ്റ്റ് എന്തോന്ന് അവന് പിടിക്കാതെ അവൻ പുറത്തേക്ക് ഓടിയിട്ട് അവിടെയുള്ള ഒരു പാത്രത്തിലാണ് അവൻ ഛർദ്ദിക്കുന്നത്. അങ്ങനെ ആകെക്കൂടെ കുർബാനയും അവളുടെ ആദ്യത്തെ ദിവസവും എല്ലാം കൂടെ കൊളായി. അവൾ അതിൻ്റെ ദേഷ്യത്തിൽ അവനോട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിൻ്റെ ഇപ്പോൾ ജീവിക്കുക? വെള്ളടിക്കുക, ബോധം പോവുക, ഏതോ ഒരു ഇത് തന്നെ. ഇങ്ങനെ തന്നെ ജീവിക്കാനായിട്ട് നിന്നാൽ ഞാൻ നിൻ്റെ കൂടെ ജീവിക്കാനില്ല. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന ജെൻസ് അവളുടെ അടുത്ത് പോയിട്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാവില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ ഒന്ന് പേടിയല്ലേ, ഇനി ഒന്നും ഉണ്ടാവില്ല, ഇത് ഇന്നലെ കുടിച്ച വെള്ളത്തിൻ്റെ ഹാങ് ഓവറിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്ക് അവൾ ഏകദേശം ഓക്കെ ആയി. അവൾക്കിനി പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ആളുകളാണെങ്കിൽ ഇതെല്ലാം കണ്ടി ചിരിക്കുകയാണ്. അങ്ങനെ രാത്രിയാകുന്ന നേരം ഹീറോ വീണ്ടും ജോലിക്ക് പോവുകയാണ്. ഇപ്പോൾ പഴയ പോലെയല്ല, ധൈര്യത്തിലാണ് എല്ലാ റൂമിലേക്കും റൗൺസിനായിട്ട് പോകുന്നത്. എല്ലാം സ്പീഡി കഴിയുന്നുണ്ട്. അങ്ങനെ മോർച്ചറിയിൽ എത്തുമ്പോഴാണ് നമ്മുടെ ആളൊന്ന് പേടിക്കുക. അവസാനം വന്ന ആ സൈക്കോ കില്ലർ കൊന്ന സ്ത്രീയുടെ ബോഡിയിലായിരുന്നു, അതവിടെ കാണുന്നില്ല. അവിടെയാണെങ്കിൽ തറയിൽ കാൽപാദമുണ്ട്, രക്തത്തിൻ്റെ കാൽപാദം കാണുന്നുണ്ട്. സാധാരണ ഒരാളിങ്ങനെ എഴുന്നേറ്റ ആ വയറ് പിടിച്ച് വലിയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതങ്ങനെ ഒന്നുമില്ല. ഹീറോ പേടിച്ചുകൊണ്ട് ആ കാൽപാദം പിന്തുടർന്ന് അങ്ങനെ പോവുകയാണ്. അതെവിടേക്കാണ് ചെല്ലുന്നതെന്ന് ഹീറോ ചെന്ന് നോക്കുകയാണ്. ഒരു ചെറിയ ഇടവഴി കഴിയുമ്പോഴാണ് ദൂരെയായിട്ട് ചുമരിനോട് ചേർന്ന് ആ സ്ത്രീയുടെ ബോഡി ഇരിക്കുന്ന കാണുക. അത് കണ്ടു പേടിക്കുന്ന നമ്മുടെ ആൾ അപ്പം തന്നെ ഡോക്ടറെ വീണ്ടും വിളിക്കും. എന്നാൽ ഇത്തവണ ഹീറോ ആ റൂമിൽ നിന്ന് പുറത്തുകൂടെ ഇറങ്ങിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഡോക്ടർ വരുന്നത്. ഇനി എന്താണ് ഇന്നത്തെ കഥ എന്താണെന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും, വാ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആ സ്ഥലത്ത് വന്ന് ഡോക്ടർക്ക് ആ ബോഡി കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഡോക്ടർ ചോദിക്കുക, എവിടെ ആ ബോഡി എവിടെ? ഹീറോ നോക്കുന്ന നേരം ആ ബോഡി അവിടെ കാണുന്നില്ല. തിരിച്ച് മോർച്ചറിയിലേക്ക് തന്നെ വന്ന് നോക്കുമ്പോഴാണ് ഞെട്ടുക. ആ സ്ത്രീയുടെ ബോഡി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇല്ല, ഈ ബോഡി നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു, നേരത്തെ ഈ ബോഡി അവിടെയായിരുന്നു. അതിന് ഡോക്ടർ പറയും, ശരിയാ, രാത്രിയാകുമ്പോൾ ഇവരിങ്ങനെ ഉലാത്താനായിട്ട് നടക്കാറുണ്ട്, നീ പറഞ്ഞാൽ ശരിയാട്ടോ. അതേസമയം തന്നെ വിവരം അറിഞ്ഞുകൊണ്ട് പോലീസുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസുകാരനോട് പറയും, നേരത്തെ ഈ ബോഡി ഇവിടെ ഇല്ലായിരുന്നു, നേരത്തെ അത് അവിടെയായിരുന്നു. ഡോക്ടറാണെങ്കിൽ പോകാൻ നേരത്ത് പോലീസുകാരനോട് പറയും, പെട്ടെന്ന് തന്നെ ഇവനെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പോലീസുകാരൻ ഹീറോയും കൊണ്ട് റൂമിൻ്റെ അടുത്തേക്ക് വരുന്ന നേരം നമ്മുടെ ആൾ പറയും, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഹീറോ എന്തോ ഒരു സംഭവം കാണുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് അവിടെയൊന്നും കാണുന്നില്ല, അതുപോലെയാണ് എനിക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പോലീസ് പറയും, ഞാൻ ഇതിനു മുന്നേ കഠിനമായിട്ട് ജോലി ചെയ്തിരുന്ന കാലത്ത് വിചാരിച്ചിരുന്നു ഞാനൊരു ചില്ലിൻ്റെ പെട്ടിക്കുള്ളിലാണ് ജീവിക്കുന്നതെന്ന്. ചിലപ്പോൾ തോന്നും നമ്മളൊരു സിനിമയിലാണ് ജീവിക്കുന്നതെന്ന്. വലിയ വലിയ കുറ്റവാളികളെ തെരഞ്ഞു പിടിക്കാൻ പോകുന്ന നേരം അവരെ പിടിച്ചു കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുക അവരെ പിടിച്ചിട്ടില്ല എന്നാണ്. അവസാനം ഒരു കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ഞാൻ അവനെ പിടിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുക. എന്നിട്ട് പോകാൻ നേരത്ത് ഹീറോയുടെ കയ്യിലേക്ക് ഒരു കാർഡും വെച്ചു കൊടുത്ത്, നീ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് അങ്ങനെ പോകുന്നത്. പിറ്റേന്ന് രാവിലെ ഹീറോ കാമുകിയുടെ കൂടെയാണ്. അവളോട് കല്യാണക്കാര്യത്തെക്കുറിച്ചെല്ലാം ചോദിക്കുന്ന നേരം അവൾ പറയും, കുറച്ചുകൂടെ നേരം വെയ്യാലും നീ പേടിക്കണ്ട, ഞാൻ എന്തായാലും നിനക്കായിട്ട് കാത്തിരിക്കും. എന്നിട്ട് അവൻ്റെ തലയെല്ലാം നോക്കി ഇടയ്ക്കിടയ്ക്കെങ്കിലും തേച്ചൊരച്ച് കുളിക്കുന്നത് നല്ല എന്ന് പറയും. അന്ന് രാത്രി ഹീറോ ജോലിക്ക് പോകുന്ന നേരം കൂടെ കലിങ്കയും ചെല്ലുന്നുണ്ട്. ഹീറോക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാലോ. അവളാണെങ്കിൽ നമ്മുടെ ആക്കായിട്ട് ഭക്ഷണം എല്ലാം കൊണ്ടുവന്ന് അതെല്ലാം മുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഹീറോക്ക് റൗണ്ട്സിന് പോകാനുള്ള സമയമാവുക. അങ്ങനെ സാധനങ്ങളെല്ലാം കെട്ടിപ്പിറക്കി ഹീറോ പുറത്തിറങ്ങാൻ നിൽക്കുന്ന നേരം അവൾ പറയും, ഞാൻ നിന്റെ കൂടെ റൗണ്ട്സിന് വന്നോട്ടെ. അതിന് ഹീറോ പറയും, നിനക്ക് പേടിയില്ലെങ്കിൽ എൻ്റെ കൂടെ വരാം. അങ്ങനെ അവളും ഹീറോയും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ അവിടെയുള്ള എല്ലാ റൂമും അവൾക്കായിട്ട് കാണിച്ചു കൊടുക്കും. അവസാനം അവർ ചെന്ന് എത്തുന്നത് മോർച്ചറിയിലേക്കാണ്. ഈ മോർച്ചറി കാണുമ്പോൾ തന്നെ അവൾക്ക് ചെറുതായിട്ടൊരു പേടിയാവുന്നുണ്ട്. അന്നേരം ഹീറോ അവളുടെ പുറത്തേക്ക് മെല്ലെ കൈ കൊണ്ടുവരും. അവരിപ്പം മറ്റെന്തോ ഒരു പരിപാടിക്കുള്ള പുറപ്പാടാണ്. അതെന്തിനാണ് ഇവിടെ വെച്ചെന്നറിയില്ല. എന്തായാലും അവർ ആ പരിപാടി തുടങ്ങും. ചുറ്റും കിടക്കുന്നത് മരിച്ച ആളുകളുടെ ബോഡിയാന്ന് പോലും അവർ ശ്രദ്ധിക്കുന്നില്ല. അന്നേരമാണ് അവർ ഈ കലാപരിപാടികളെല്ലാം ഇതിൻ്റെ അകത്ത് വെച്ച് നടത്തുന്നത്. എന്തായാലും അടുത്ത ദിവസം ഹീറോയുടെ കാമുകി കലിംഗ അവളുടെ നാടകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാടകത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെല്ലാം കൊല്ലുന്ന ഒരു ചെകുത്താൻ വരുന്നതാണ്. അതിൽ മരിക്കുന്ന സ്ത്രീ ആയിട്ടാണ് ഹീറോയുടെ കാമുകി അഭിനയിക്കുന്നത്. എന്നാൽ വെറും മരണം മാത്രമല്ല, എത്രയോ ഡയലോഗെല്ലാം ഉണ്ട്. അന്നേരമാണ് അവളെയും തിരഞ്ഞുകൊണ്ട് അങ്ങോട്ട് സാൻഡി വരുന്നത്. നമ്മുടെ ആളെയാണ് ചോദിക്കുക. അതിന് അവൾ ചെന്നിട്ട് സാൻഡിയോട് നിങ്ങൾ ആരാന്ന് ചോദിക്കും. അവൾക്കറിയില്ല സാൻഡി ആരാന്നുള്ള കാര്യം. എൻ്റെ പേര് സാൻഡി, ഞാൻ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറയാനാണ് വന്നത്. അത് കേൾക്കുന്ന നേരം അവളുടെ മുഖമാകെ വിളറും. അന്നേരമാണ് അവൾ പറയാ, നിന്റെ ബോയ് ഫ്രണ്ടിനോട് ഇന്നത്തോടെ എല്ലാം നിർത്തിക്കൊള്ളാനായിട്ട് പറഞ്ഞോ. അത് കേൾക്കുന്ന നേരം അവളാകെ പേടിച്ച് തരിച്ചു പോകും. കലിംഗക്ക് സാൻഡി ആരാന്നറിയില്ല. എന്നിരുന്നാലും കൂട്ടുകാരോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ അവൾ ആരാണെന്നുള്ള കാര്യം മനസ്സിലാകും. അതിൻ്റെ ദേഷ്യത്തിൽ അവൾ നേരെ ഹീറോയുടെ അടുത്തേക്കാണ് വരുന്നത്. മാർട്ടിൻ ആണെങ്കിൽ സമാധാനത്തോടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവൾ വന്ന് അവൻ്റെ കാല് പിടിച്ച് വലിക്കുക. വെള്ളത്തിൽ ആകെ കൂടെ മുങ്ങിപ്പോകുന്ന ഹീറോ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വന്ന്, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. എടാ വൃത്തിയെട്ടവനെ, നീ എന്താ കാണിച്ചേ? എന്നാൽ ഹീറോക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്താ കാണിച്ചേ. നിന്റെ 17 വയസ്സുള്ള അടിമപ്പെണ്ട് സാൻഡി അവൾ ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. ഇത് കേൾക്കുന്ന നേരം ഹീറോയുടെ മുഖമാകെ പേടിച്ച് വിളറും. കലിംഗ പറയും, ആ പറ, നിനക്ക് അവൾ അറിയില്ല, അവൾ എന്തോ മരുന്നടിച്ച് ലഹരി അടിച്ച് എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ ഉണ്ടാക്കി
പറയാണ്, പറ പറ. എന്നാൽ നമ്മുടെ ആക്കാണെങ്കിൽ അത് നിഷേധിക്കാനായിട്ട് പറ്റില്ലല്ലോ, അവളായിട്ട് ചെറുതായിട്ടൊന്ന് കൂടിപ്പോയില്ലേ, അതുകൊണ്ട് തന്നെ പറയും എനിക്കത് നിഷേധിക്കാനായിട്ട് പറ്റില്ല. പിന്നെ എന്തിനാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? ഇന്നലെ മോർച്ചറിയിൽ വെച്ച് അവൾക്ക് പകരമായിരിക്കുമല്ലേ നീ എന്നെ ഉപയോഗിച്ച്. അതിന് മാറ്റം പറയും, നീ വിചാരിക്കുന്ന പോലെ ഞാൻ അവളുടെ കൂടെ കിടന്നിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നുള്ള കാര്യം ഹീറോ പറയും. ഹീറോ എന്തായാലും ചെയ്തത് തണ്ടിത്തരമാണ്, അത് ക്ഷമിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ കലിംഗ ആയതുകൊണ്ട് ഹീറോക്ക് ക്ഷമിച്ചു കൊടുക്കും. എന്തായാലും അതെല്ലാം എങ്ങനെയൊക്കെയോ ഡീലാക്കിയിട്ട് അന്ന് രാത്രി ഹീറോ ജോലിക്കായിട്ട് നേരെ മോർച്ചറിയിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ ചെല്ലുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഹീറോയെ പ്രത്യേക തരത്തിലൊരു നോട്ടം നോക്കുകയാണ്. ഇതെന്താണെന്നങ്ങ് മനസ്സിലാവുന്നില്ല. വരുന്നവരും പോകുന്നവരും എല്ലാവരും നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. റൂമിലേക്ക് കുറച്ച് വെള്ളം എടുക്കാനായിട്ട് ചെല്ലുന്ന നേരം ആ ഡോക്ടർ ചോദിക്കും, നീ അത് ആസ്വദിച്ചോ? എന്നാൽ എന്ത് ആസ്വദിച്ചോ എന്നാണ് അങ്ങേര് ചോദിക്കുന്നതെന്ന് നമ്മുടെ ആൾക്ക് മനസ്സിലാവില്ല. എന്നിരുന്നാലും വെള്ളമായിട്ട് റൂമിലേക്ക് വരുമ്പോഴാണ് റൂമിന്റെ മുന്നിലായിട്ട് പോലീസുകാരൻ നിൽക്കുന്നത്. മാർട്ടിൻ, നീ ഓക്കെ അല്ലേ? ഇന്നലെ രാത്രി നീ റൗണ്ട്സിന് പോയിരുന്നോ? അതെ, ഞാൻ റൗണ്ട്സിന് പോയിരുന്നു. എന്നാൽ എൻ്റെ കൂടെ ഒന്ന് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അങ്ങനെ അവർ നേരെ മോർച്ചറിയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക, ആ സൈക്കോ കില്ലർ കൊലപ്പെടുത്തിയിട്ട് കൊണ്ടുവന്ന ആ പെണ്ണിന്റെ ബോഡിയിലായിരുന്നോ അവളുടെ ബോഡി കമഴ്ത്തിയിട്ട് ഇന്നലെ രാത്രി ആരോ യൂസ് ചെയ്തു. ആരാണ് ആ ബോഡിയിൽ ഇമാതിരി തെണ്ടിത്തരം കാണിച്ചു വെച്ചെന്ന് ആർക്കും അറിയില്ല. എന്നിരുന്നാലും എല്ലാവർക്കും ഇപ്പോൾ ഹീറോയാണ് സംശയം. കാരണം ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടാവുന്ന ഹീറോ ആണല്ലോ. പോലീസുകാരൻ ചോദിക്കും, നീ എന്തായി കാണിച്ചു വെച്ചേ? അതിന് നമ്മുടെ ആൾ പറയും, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇന്നലെ വരെ ഇവിടെ വന്ന് നോക്കിയാണ്, അതുവരെ ഇവിടെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അന്നേരമാണ് പോലീസുകാരൻ്റെ അസിസ്റ്റന്റ്, സാർ ഒന്ന് ഇവിടെ വരുമെന്ന് പറയാം. അങ്ങേര് ചെന്ന് നോക്കുന്നേരം കാര്യമായിട്ട് എന്തോ ഒരു തെളിവ് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങേര് തിരിച്ചു വന്ന് ഹീറോയോട് പറയും, ഇവിടെ തറയിൽ കുറച്ച് സ്പേം കിടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? അതും എനിക്കൊന്നും അറിയില്ല എന്നാണ് ഹീറോ പറയുക. പക്ഷെ എന്തോ ഒരു പേടി മുഖത്തുണ്ട്. തിരിച്ച് റൂമിലേക്ക് വരുന്നേരം ഹീറോ പോലീസുകാരനോട് പറയും, എനിക്ക് ആകെ സംശയമുള്ളത് ആ ഡോക്ടറെയാണ്. അങ്ങേര് എനിക്കായിട്ട് എന്തോ ഒരു പണി തരികയാണ്. പക്ഷെ അത് അങ്ങനെ അങ്ങ് ഉറപ്പിച്ചുകൂടാ. ചിലപ്പോൾ മറ്റാരെങ്കിലും ഹീറോക്കിട്ട് പണി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണോ അതും അറിയില്ല. എന്നാൽ പോലീസുകാരനും ഇതേ ഡൗട്ടിൽ തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്നത്. അങ്ങേര് ചോദിക്കും, നിനക്ക് ആരെങ്കിലും ശത്രുവായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ ഹീറോക്ക് അങ്ങനെ ശത്രുവായിട്ടൊന്നും ആരുമില്ല. നിനക്ക് കാമുകയില്ലേ, അവളല്ലാതെ നിനക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഹീറോ ചിന്തിച്ച് നോക്കുന്നേരം ഹീറോക്ക് ആകെ ചെറുതായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയാനുള്ളത് ആ സാൻഡിയുടെ ബന്ധമാണ്. എന്തായാലും ഹീറോ പറയും, ഞാൻ സാൻഡി എന്നൊരു പെൺകുട്ടിയായിട്ട് പരിചയപ്പെട്ടിരുന്നു, കുറച്ച് ചെമ്പൻമുടിയൊക്കെയുള്ള 17 വയസ്സുള്ള ഒരു കോൾ ഗേൾ. അവളുടെ കൂട്ടുകാരിയാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത്. ആ സൈക്കോയുടെ കയ്യാൽ കൊല്ലപ്പെട്ടത് അവളുടെ കൂട്ടുകാരിയാണ്. പോലീസുകാരൻ ചിന്തിച്ച് നോക്കുന്നേരം ആ കോൾ ഗേൾ സാൻഡിയെ അങ്ങേർക്ക് അറിയാം. അതുകൊണ്ട് അങ്ങേര് ചോദിക്കും, അവളെ ആരാണ് നിനക്ക് പരിചയപ്പെടുത്തി തന്നെ, നിനക്ക് ഓർമ്മയുണ്ടോ? ഹീറോക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹീറോയുടെ കൂട്ടുകാരൻ്റെ പേര് എന്നെ പറഞ്ഞു കൊടുക്കും, ജെൻസ്. അവനാണ് എന്നെ പരിചയപ്പെടുത്തി തന്നെ. പക്ഷെ അതിൽ വലിയ പ്രശ്നമുണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലീസുകാരൻ പറയും, എന്നാൽ അതിൽ ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടോയെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരാന്നറിയില്ല, നിന്നെ ആരോ ഒരാൾ ഇതിൽ പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് നിനക്ക് മാത്രമേ പറ്റൂ. ചിലപ്പോൾ കൊലപാതകി രക്ഷപ്പെടാനായിട്ട് മറ്റൊരുത്തനെ പെടുത്താനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അതിൽ നീ പെട്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും ഇതെല്ലാം കേൾക്കുന്ന ഹീറോക്കാകെ പേടിയാകും. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. പോലീസുകാരൻ ഒന്നുകൂടെ പറയും, ഇപ്പം എല്ലാവർക്കും നിന്നെയാണ് സംശയം. ഹീറോ പറയും, ഒരുപക്ഷെ ഈ മോർച്ചറിയെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഒക്കെ ആകുമോ? ഇതിന് മുന്നേയുള്ള വാച്ച്മാൻ അങ്ങനെയൊക്കെ ആരെങ്കിലും? എന്നാലും ഇതെല്ലാം സംശയങ്ങൾ മാത്രമാണ്, ഒന്നും ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. എന്തായാലും മോർച്ചറിയിൽ വെച്ച് കുറച്ച് സ്പേം കിട്ടിയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങേര് ഹീറോയോട് ചോദിക്കും, എന്തായാലും നിന്റെ സ്പേം ഒന്ന് വേണം, മോർച്ചറിയിൽ വെച്ച് കിട്ടിയ സ്പേമുമായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാൽ ഹീറോ പറയും, എനിക്കൊരു കുഴപ്പമില്ല. ഹീറോക്ക് എങ്ങനെയും ഇതൊന്ന് തലയിൽ നിന്ന് ഊരി കിട്ടിയാൽ മതി. പിറ്റേന്ന് രാവിലെ തന്നെ ഹീറോ ജെൻസിനെ വിളിച്ച് അവനെ കാത്തു നിൽക്കുകയാണ്. അവൻ വരുന്നേരം ചോദിക്കും, നീ എന്നെ ഇങ്ങോട്ട് വിളിക്കണേ, അതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ, നിനക്കെന്താ പറയാനുള്ളത്? മാർട്ടിൻ പറയും, പോലീസുകാർക്ക് ആ സൈക്കോ കൊലയാളിയെ പിടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ആ സൈക്കോ കൊലയാളി ആദ്യം കൊന്നിരുന്ന സ്ത്രീയുടെ ബോഡി മോർച്ചറിയിൽ വെച്ച് ആരോ യൂസ് ചെയ്യുന്നത്, ആരോ റേപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ സാൻഡിയെ കൊണ്ട് ആരോ എന്നെ വിളിപ്പിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കൂടുതലൊന്നും വളച്ചു കെട്ടുന്നില്ല. പോലീസുകാർക്ക് ഇപ്പോൾ കൊലയാളിയെ കിട്ടാത്തതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരാളെ സംശയിച്ചിരിക്കുകയാണ്. ജെൻസ് ചോദിക്കും, അതാരെയാണ്? ഹീറോ പറയും, അവരിപ്പോൾ എന്നെയാണ് സംശയിച്ചിരിക്കുന്നത്. അത് കേൾക്കുന്ന ജെൻസ്, നീ എന്തൊക്കെയാടാ പറയുന്നത്? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്നെ സംശയിക്കുന്നുണ്ടെന്നോ? അതിന് ഹീറോ പറയും, എനിക്ക് നിന്നോട് ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. അതൊരൊറ്റ തവണ മാത്രമേ ഞാൻ നിന്നോട് ചോദിക്കൂ. ഇതിൻ്റെ പിന്നിലെല്ലാം നീയാണോ കളിക്കുന്നത്? അത് കേൾക്കുന്ന ജെൻസ് വീണ്ടും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്തിനാണ് എന്നോട് ഇതെല്ലാം ഇപ്പോൾ ചോദിക്കുന്നത്? എന്നാൽ ഹീറോക്ക് ഇനിയും ജെൻസിന് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് തന്നെ ഹീറോ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകും. അതേസമയത്ത് തന്നെ കോൾഗേൾ സാൻഡി അവളുടെ റൂമിൽ അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ പാട്ടും വെച്ച് മദ്യപിച്ച് അങ്ങനെ ലഹരിയിൽ മതിമറന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അന്നേരമാണ് അവളുടെ വാതിലിന് ആരോ മുട്ടുന്നത്. അവൾ ചെന്ന് തുറന്നു നോക്കുന്നേരം കയ്യിൽ ഗ്ലൗസ് ഇട്ടൊരു മനുഷ്യനാണ് അകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ കാണുമ്പോൾ തന്നെ അവൾ ആകെ പേടിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് അവൾ ചോദിക്കുന്നേരം അവൾ ഇട്ടിരുന്ന വസ്ത്രം അങ്ങനെ വലിച്ചു കീറും. എന്നാൽ അതെല്ലാം കണ്ട് അവൾ പേടിച്ച്, ഞാനിത് ഇന്നലെ വാങ്ങിയ വസ്ത്രമാണ്, നിങ്ങൾ എന്തിനാ ഇത് കീറിയെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് ഹീറോയുടെ കാമുകി കലിംഗ സാൻഡിയെ അന്വേഷിച്ചുകൊണ്ട് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. സാൻഡി കലിംഗയുടെ അടുത്ത് വന്ന് വലിയൊരു ബോംബിന് തിരി കൊടുത്ത് പോയല്ലേ, അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനാണ് കലിംഗ ഇപ്പോൾ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. അവൾ വഴിയെല്ലാം
ചോദിച്ച് മേലേക്ക് കയറി വരുന്നേരം സാൻഡിയുടെ റൂമിൽ നിന്നുള്ള പാട്ടിന്റെ ശബ്ദം ഇപ്പൊ കുറച്ചുകൂടെ കൂടുതലാണ്. അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പുറത്തേക്ക് കേൾക്കാൻ പറ്റില്ല. എന്നാലും അവൾ ചെന്ന് ആ വാതിൽ മുട്ടും. എന്നാൽ അകത്ത് ആ ഗ്ലൗസ് ഇട്ട് വന്ന മനുഷ്യൻ സാൻഡിയുടെ കയ്യിലേക്ക് ഒരു ലഹരി വസ്തു കൊടുക്കുകയാണ്. അവൾ അത് വാങ്ങിയിട്ട് അപ്പം തന്നെ അവിടെ പോയി ഇരുന്ന് അവളുടെ കയ്യിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റും. അവൾ ആ ലഹരിയിൽ ബോധം പോയിരിക്കുന്ന നേരം ആ ഗ്ലൗസ് ഇട്ട മനുഷ്യൻ തന്നെ അങ്ങയുടെ പോക്കറ്റിൽ നിന്ന് ഒരു കവറിൽ നിന്നൊരു കത്തി എടുക്കുന്നുണ്ട്. അവളെ എന്തോ ചെയ്യാനുള്ള പരിപാടിയാണ്. അന്നേരം ലഹരി അടിച്ച് ബോധം പോയ സാൻഡി ഞാൻ ഇനി വിദേശത്തേക്കൊന്നും പോയില്ല, ഞാൻ എങ്ങോട്ടും പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരുടെ അടുത്തേക്കാണ് വരുന്നത്. അവളിപ്പോൾ ബോധം പോയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയാണ്. അങ്ങനെ അങ്ങേരെ വന്ന് കെട്ടിപ്പിടിക്കുന്ന നേരം അങ്ങനെ ആ കത്തി വെച്ച് അവളുടെ വയറ്റിന് കുത്തലോട് കുത്തല് കുത്തി കുത്തി അവളെ കൊന്നുകളയും. എന്നാൽ ഇവിടെ കലിംഗ ആ ഡോറിനിട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് ഒരു മനുഷ്യൻ ആ ഡോറ് മെല്ലെ തുറക്കുന്നത്. കണ്ടാൽ തന്നെ അങ്ങേര് എന്തോ ഒരു ജോക്കറെ പോലെയൊക്കെ ഇരിക്കും. അവൾ ചോദിക്കും ഇവിടെയാണോ സാൻഡി താമസിക്കുന്നത്? അതിന് അങ്ങേര് പറയും 100 ക്രൗൺസ് തന്നാൽ ഞാൻ അത് പറഞ്ഞുതരാം. എന്തേലും ആവട്ടെ. അവൾ കയ്യിൽ നിന്ന് ഒരു 100 ക്രൗൺസ് എടുത്ത് അങ്ങേരുടെ കയ്യിൽ വെച്ചെടുക്കുമ്പോൾ നേരെ മേലെയുള്ള അപ്പാർട്ട്മെന്റിലാണ് അവളെന്ന് പറയും. അങ്ങനെ അവൾ നേരെ മേലെയുള്ള അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും. അവിടെ ഡോറിന് ചെന്ന് മുട്ടുന്നേരാണ് മനസ്സിലാവുക അത് ലോക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ മെല്ലെ അകത്തേക്ക് കയറി വരും. അകത്താകെ പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ ആരും ഉള്ള പോലെ തോന്നുന്നില്ല. നടുവിലകത്തേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക ആ കില്ലർ സാൻഡിയെ കൊന്ന് അർദ്ധനഗ്നയാക്കിയിട്ട് അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നേരം ഇതുപോലൊരു ബോഡി അവിടെ കണ്ടാൽ എങ്ങനെയിരിക്കും? അതുപോലെ തന്നെയാണ് കലിംഗയുടെ മുഖം. ആകെ പേടിച്ച് വിളറി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ മെല്ലെ മെല്ലെ ആ ബോഡിയുടെ അടുത്തേക്ക് ചെല്ലുന്നേരം അവിടെ ഒരു ഫോൺ കിടക്കുന്നുണ്ട്. അതെടുത്ത് പോലീസുകാരെ വിളിച്ചാലോ എന്നും വിചാരിച്ച് അവൾ പോലീസിനെ വിളിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് കണ്ണാടി കൂടെ തൊട്ട് പിന്നിലെ റൂമിൽ നിന്ന് കില്ലറുടെ കൈ കാണുന്നത്. കൊലയാളി അവിടെ എന്തോ ഒരു പണി എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ കലിംഗ വന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. അത് കാണുന്ന കലിംഗ മെല്ലെ അവിടുന്ന് ആ റൂമിൽ നിന്ന് മെല്ലെ ഇറങ്ങി സ്ക്യൂട്ടാവും. അന്നേരമാണ് കില്ലർക്ക് അവിടെ ആരോ ഉള്ളതുപോലെ തോന്നുക. പെട്ടെന്ന് തല പുറത്തേക്ക് ഇടുമ്പോഴാണ് ആ കില്ലർ നമ്മളും കാണുന്നത്. അതാരാന്ന് വെച്ചാൽ ആ പോലീസുകാരൻ തന്നെയാണ്. ആദ്യമൊക്കെ അങ്ങേര് ഹീറോയോട് സംസാരിക്കുമ്പോൾ ഹീറോയെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നാണ് വിചാരിക്കുക. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുക അങ്ങേര് ഹീറോയെ കൊടുക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. അങ്ങേര് പോക്കറ്റിൽ നിന്ന് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കും. അതിലെന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ സ്പേമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ നേരത്തെ അങ്ങേര് ഹീറോയോട് പറഞ്ഞിരുന്നല്ലോ മോർച്ചറിയിൽ നിന്നും കുറച്ച് സ്പേം കിട്ടി, അതിന്റെ സാമ്പിളായിട്ട് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് നിന്റെ വേണമെന്ന്. അങ്ങനെ ഹീറോയുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഹീറോയുടെ സ്പേമാണ് ആ ബോഡിയിൽ കൊണ്ടു ചെന്ന് അങ്ങേര് ഇടുന്നത്. അവസാനം സാൻഡിയുടെ വിരൽ വെച്ച് അവളുടെ ചോര കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന തലയണയിൽ MA എന്ന് എഴുതി വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ പേര് മാർട്ടിൻ എന്നാണല്ലോ. ഈ സംശയങ്ങളെല്ലാം അവന്റെ നേരെ തിരിച്ചു വിടാനാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുവരെ ഹീറോയെ ആയിരുന്നല്ലോ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നത്. ഇതുകൂടെ ആകുമ്പോൾ എല്ലാവരും ഉറപ്പിച്ചോളും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവസാനം അങ്ങേരുടെ സ്ഥിരം പരിപാടി അതും ആ ബോഡിയിൽ ചെയ്തു വെക്കും. അവളുടെ ശിരോചർമ്മം ഒറ്റ വെട്ടാണ്. അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട നമ്മുടെ പെണ്ണാണെങ്കിൽ നേരെ ജെൻസിന്റെയും കാമുകിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവിടുന്ന് കണ്ട കാര്യങ്ങളെല്ലാം പറയും. എന്നാൽ ഇതുവരെ അവൾ ഈ കാര്യങ്ങളൊന്നും പോലീസുകാരോട് പറഞ്ഞിട്ടില്ല. ജെൻസ് ആണെങ്കിൽ അപ്പം തന്നെ ഹീറോയെ കോൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും കോൾ കണക്ട് ആവുന്നില്ല. ഹീറോ മറ്റാരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഇവിടെ ഹീറോയെ നോക്കുകയാണെങ്കിൽ ഹീറോ പഴയ സെക്യൂരിറ്റിയാണ് കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഹീറോ ശരിക്ക് അറിയുന്ന ആളുകളെ എല്ലാം കോൾ ചെയ്തിട്ട് അവരാണോ കില്ലർ എന്നറിയാനായിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവൻ ഇപ്പോൾ വിളിക്കുന്നത് ആ സെക്യൂരിറ്റിയാണ്. പല പല ചോദ്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് അവസാനം ഇതൊന്ന് അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കത്തി കൊണ്ടുപോയില്ലല്ലോ എന്ന് പറഞ്ഞ് ആ വെലുപ്പ് തുറന്നു നോക്കുമ്പോൾ ആ കത്തി അവിടെ കാണുന്നില്ല. അതേസമയത്ത് ഇവിടെ TV-യിൽ സാൻഡി മരിച്ചു പോയതിന്റെ ന്യൂസ് എല്ലാം വരികയാണ്. ആ ന്യൂസിൽ സംസാരിക്കുന്നതും ആ പോലീസുകാരൻ തന്നെയാണ്. കൊലയാളി ആരാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ അവനെ പിടികൂടും. അന്നേരം അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ചോദിക്കും കൊലയാളിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നിയമത്തിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അത്ര മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. എന്നാൽ ഈ നിയമത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണല്ലോ. ഇത് കേൾക്കുന്ന കലിംഗ അവൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതേ സമയത്ത് ഹീറോ ആ ഡോക്ടറെയാണ് വിളിക്കുന്നത്. രാത്രി സൈറൻ അടിഞ്ഞാൽ ഓടിയെത്തുന്ന ഒരു ഡോക്ടറില്ലേ, അങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങേരോട് ചോദിക്കും നിങ്ങൾക്ക് സാൻഡിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയോ? അതിന് അങ്ങേര് പറയും മോനെ എനിക്കല്ല, നിനക്കാണ് ഭ്രാന്ത്. ഈ കേസെല്ലാം കൂടെ എൻ്റെ തലയിൽ വെച്ച് കെട്ടാനായിട്ട് നോക്കണ്ട. നിന്റെ ഭ്രാന്ത് വെച്ച് നീ അവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങേര് കോള് കട്ട് ചെയ്യും. അതേസമയത്ത് ഇവിടെ ജെൻസിനെ പിടിക്കാനായിട്ട് പോലീസുകാരൻ്റെ അസിസ്റ്റന്റ് അങ്ങോട്ട് കയറി വരും. ഇവിടെ ജെൻസിനെ എന്തിനാ പിടിക്കുന്നതെന്ന് വെച്ചാൽ ഹീറോയുടെ കൂട്ടുകാരനാണല്ലോ, അതുകൊണ്ടാണ് പിടിക്കാനായിട്ട് വരുന്നത്. അന്നേരമാണ് ജെൻസി ഹീറോയെ കോൾ ചെയ്യുന്നേരം കോള് കണക്ട് ആവുന്നത്. ആദ്യം തന്നെ സാൻഡി മരിച്ച കാര്യമാണ് പറയുക. അതോടൊപ്പം തന്നെ ഇവിടെ പോലീസുകാർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അസിസ്റ്റന്റ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം ഹീറോക്ക് കേൾക്കാനായിട്ട് അവൻ അവിടെ ഫോൺ ഓൺ ചെയ്ത് വെക്കും. അസിസ്റ്റന്റ് കലിംഗയോട് ചോദിക്കും ഹീറോ എവിടെയെന്ന്. അതിന് അവള് പറയും അവൻ ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യില്ല, എനിക്കറിയാം. അങ്ങേര് പറയും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സാൻഡി അവളുടെ കൊലയാളിയുടെ പേര് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മാർട്ടിൻ MA മാർട്ടിൻ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കലിംഗ പറയും അതിനവൻ അവന്റെ പേര് അവളോട് പറഞ്ഞു കൊടുത്തത് ജെൻസ് എന്നാണ്, പിന്നെ എങ്ങനെയാണ് അവള് അവന്റെ യഥാർത്ഥ പേര് അവിടെ എഴുതി വെക്കുക? കൂടെ തന്നെ അവള് പറയും അവള് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ റൂമിലുണ്ടായിരുന്നു, ആ കൊലയാളിയും ആ റൂമിലുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊന്നും അവിടെയുള്ള ബെഡിൽ അങ്ങനെ ഒരു എഴുത്തില്ലായിരുന്നു. ഇതേ സമയത്ത് ഇതെല്ലാം കേൾക്കുന്ന ഹീറോ അപ്പം തന്നെ പഴയ സെക്യൂരിറ്റിയെ ഒന്നുകൂടെ വിളിക്കുകയാണ്. ഹലോ, ഞാൻ നേരത്തെ നിങ്ങളെ വിളിച്ചിരുന്നു, ഞാൻ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ പണ്ട് ഇവിടെ നിന്ന് ഡെഡ് ബോഡികളെല്ലാം റേപ്പ് ചെയ്തിട്ട് പുറത്താക്കി ഒരുത്തനെ കുറിച്ച്? അവന്റെ പേരെന്താണെന്നറിയോ? അതിന് അങ്ങേര് പറയും ആ തണ്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല. ആ കേസൊക്കെ പോലീസുകാരും ഡോക്ടർമാരും അന്നേ ഒതുക്കി കളഞ്ഞു. അവൻ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, ആ തെണ്ടി. അപ്പോഴാണ് ഹീറോക്ക് ഓർമ്മ വരിക അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പേരെല്ലാം എഴുതിയിട്ട് സൈൻ ചെയ്ത് അവിടെ ഒരു പെട്ടിയിലിട്ട് വെക്കാറില്ലേ, ഒരു ലോക്കറിൽ, അതിലുണ്ടാവുമല്ലോ അവന്റെ പേര്. അവിടെ കൂടി ചെന്ന് ആ ലോക്കറും തുറന്ന് ആ പഴയ സെക്യൂരിറ്റിയുടെ പേര് അവൻ അതിൽ
തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ സെക്യൂരിറ്റിയെ ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, അവൻ ഇനി ഇവിടെ ജോലിയും കിട്ടില്ല. അവന്റെ പേരെന്താന്ന് നോക്കുന്നവരാണ് ഹീറോയും ഞെട്ടുക. പീറ്റർ വോമർ, ആ പോലീസുകാരന്റെ പേര്. ഇപ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക തന്നെ ഇതിലെല്ലാം പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ പോലീസുകാരൻ എന്നെയാണെന്നുള്ള കാര്യം. അങ്ങനെ അവൻ തിരികെ റൂമിലേക്ക് വന്നിരിക്കുന്ന നേരം അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. എടുത്തു നോക്കുന്ന നേരം ആ പോലീസുകാരനാണ് വിളിക്കുന്നത്. ഹലോ, മാർട്ടിൻ അല്ലേ? സാൻഡി എന്ന പെൺകുട്ടി മരിച്ചു, അതുകൊണ്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. നീ ഇപ്പോൾ അവിടെ ഇല്ലേ? ഹീറോ പറയും, എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റിനോട് സംസാരിച്ചോളാം. എന്നാൽ അങ്ങേര് ചോദിക്കും, എന്താ നീ നിരപരാധിയല്ലേ? അങ്ങേര് ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് നേരെ ഹീറോയുടെ അടുത്തേക്കാണ് വരുന്നത്. നേരെ മ്യൂസിയത്തിലേക്ക് ഹീറോയുടെ റൂമിനടുത്തേക്കാണ് വരുന്നത്. എന്നാൽ ഇതൊന്നും നമ്മുടെ ആൾ അറിയുന്നില്ല. പെട്ടുപോകാനായിട്ട് ഇരിക്കുകയെന്ന് മനസ്സിലാവുന്ന നേരം തന്നെ നല്ലപോലെ പേടിച്ചാണ് ഹീറോ ഇരിക്കുന്നത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അങ്ങനെ പിന്നെ കാണുക. വാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങേര് അവനെ മോർച്ചറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതേ സമയത്താണ് കലിംഗ അവനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. അവൾ ചെറുതായിട്ട് നമ്മുടെ ആൾ വിളിക്കാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആൾ കേൾക്കില്ലല്ലോ. ഹീറോ ആണെങ്കിൽ ഇപ്പോൾ മോർച്ചറിയിലാണല്ലോ. മോർച്ചറിയിൽ വെച്ച് അങ്ങേർക്ക് ഹീറോയുടെ മട്ടും ഭാവവും എല്ലാം കാണുമ്പോൾ മനസ്സിലാകും ഇവന് ഞാനാണ് കൊലയാളി എന്നുള്ള കാര്യമെല്ലാം മനസ്സിലായിന്ന്. അങ്ങേര് ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ബോഡിയിലെ തുണിയെല്ലാം മാറ്റിയിട്ട്, നീ എന്തിനാടാ ഇവളെ ഇങ്ങനെ ചെയ്തേ? ഇതെല്ലാം ദൈവത്തിന് നിരക്കുന്ന കാര്യമാണോ? ഇതെല്ലാം കേട്ട് ഹീറോ ആകെ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയില്ല. ഹീറോ മറ്റൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങേര് പറയും, ഞാൻ നിന്റെ ജീവിതം ഇതുപോലെ തൊലച്ച് പണ്ടാരടക്കിയില്ലേ, എന്നിട്ടും നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? കയ്യിലെ വടി കൊടുത്തിട്ട് നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ അടിക്കടാന്ന് പറയും. മാർട്ടിനാണെങ്കിൽ പേടിച്ചടിക്കാതെ നിൽക്കുന്നത് കാണുന്ന അങ്ങേര് പറയും, നീ എന്നെ അടിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ പെണ്ണിനെയും കൊല്ലും, അവളുടെ ശിരോചർമ്മവും ഞാൻ വെട്ടിയെടുക്കും. ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ ആ പ്രഷറിൽ ഒറ്റ അടിയാണ് അങ്ങേരെ. അങ്ങേര് അടിയും കൊണ്ട് താഴെ വീഴുന്ന സമയത്താണ് അങ്ങോട്ട് കലിംഗ കയറി വരുന്നത്. പെട്ടെന്ന് തന്നെ പോലീസുകാരൻ ഇവന് ഭ്രാന്താടി എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഹീറോ ആണെങ്കിൽ ഞാനല്ല എന്ന് പിന്നാലെ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അവൾ ആ കില്ലറുടെ കൂടെയാണല്ലോ ഓടുന്നതെന്ന് മനസ്സിലാവുന്ന നേരം ഹീറോ പിന്നാലെ തന്നെ വെച്ച് പിടിക്കും. എന്നാൽ അപ്പോഴേക്ക് അവർ ലിഫ്റ്റിൽ കയറിയിട്ട് മേലോട്ട് പൊങ്ങിക്കഴിഞ്ഞു. മേലെ എത്തുന്ന കലിംഗയും പോലീസുകാരനും കൂടെ ആ വലിയ ബോഡി പാർട്സ് എല്ലാം മുറിച്ചിടുന്ന ആ റൂമിലായിരുന്നോ, ആ വലിയ റൂം, അതിലേക്കാണ് ഓടിച്ചെന്ന് കയറുന്നത്. കലിംഗ പറയും, ശരിക്കും അവനൊരു കൊലയാളിയല്ല, അവന്റെ പേരിൽ ആരോ ഈ കൊലപാതകം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അങ്ങേര് ചോദിക്കും, അതിനെന്താ ഇപ്പോൾ ഒരു തെളിവുള്ളത്? കാരണം സാൻഡിയോട് മാർട്ടിൻ അവന്റെ പേര് ജെൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനാണ് അവളെ കൊന്നതെങ്കിൽ അവൾ അവിടെ ജെൻസ് എന്നല്ല എഴുതി വെക്കുക. പെട്ടെന്ന് അങ്ങേര് കളം മാറ്റി ചവിട്ടും. ചിലപ്പോൾ ജെൻസ് ആയിരിക്കും അവളെ കൊന്നത്. അവള് പറയും, ജെൻസ് ആയിരിക്കണം എന്നില്ലല്ലോ, ചിലപ്പോൾ മാർട്ടിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ആയിരിക്കും ആ കൊലപാതകം ചെയ്തത്. എന്നാൽ അപ്പോഴാണ് ചിന്തിച്ച് നോക്കുന്ന പോലീസുകാരന് എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് മനസ്സിലാവുക. അവസാനം അങ്ങേര് ചെറുതായിട്ടൊന്ന് ചൂളടിക്കും. ചൂളമടിക്കാന്ന് പറഞ്ഞാൽ ചുണ്ടുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുക. എന്നാൽ ഈ ശബ്ദം കേൾക്കുന്ന നേരം പിന്നിൽ നമ്മുടെ കലിംഗയാകെ പേടിച്ച് വെള്ളറിയാണ് നിൽക്കുന്നത്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുക ഇങ്ങേരാണ് കൊലയാളി എന്നുള്ള കാര്യം. ഇവിടെ മേലേക്ക് കയറി വരുന്ന മാർട്ടിൻ കലിംഗയെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ റൂമിൽ വെച്ച് അവൾ ആർത്ത് വിളിക്കുന്നത് കാണുക. അവൻ പെട്ടെന്ന് തന്നെ ആ റൂമിലേക്ക് ഓടിച്ചെല്ലുന്ന നേരം ചില്ലി കൂടെ കാണുന്നത് അങ്ങനെ അവളെയും പിടിച്ച് ആ ബെഡിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നതാണ്. അവൻ ആദ്യം തന്നെ അകത്തേക്ക് കയറാൻ നോക്കെങ്കിലും അവിടെ ലോക്കായതുകൊണ്ട് കയറാൻ പറ്റില്ല. അവസാനം അവൻ ഒന്നും നോക്കില്ല, ആ ചില്ല് അടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറി ചെല്ലും. പക്ഷെ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ അവളുടെ കഴുത്തിൽ കത്തി വെച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വടി വെച്ച് അവനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ ആ വടി മെല്ലെ താഴേക്കിടും. അതേ സമയത്താണ് പുറത്ത് ജെൻസും പോലീസുകാരൻ്റെ അസിസ്റ്റും കൂടെ ആ വാതിലും പൊളിച്ച് അകത്തേക്ക് കയറി വരാനായിട്ട് നോക്കുന്നത്. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ട് പോലീസുകാരൻ ആ വടിയും അവിടെ വെച്ചോണ്ട് ഇറങ്ങി വരിക. അങ്ങേര് ഹീറോയെ എന്ത് ചെയ്തു എന്നറിയില്ല. എന്തായാലും വാതിൽ തുറന്നു കൊടുക്കുന്ന നേരം ജെൻസ് ഉദിക്കും, മാർട്ടിൻ എവിടെ? പോലീസുകാരൻ പറയും, അവൻ എൻ്റെ തലയിലടിച്ച് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ കലിംഗയുടെ സൈക്കിൾ അവിടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് കലിംഗ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ജെൻസ് അങ്ങോട്ട് കയറി ചെല്ലാൻ നേരം അങ്ങേര് പറയും, അകത്തേക്ക് കയറി ചെല്ലേണ്ട ആവശ്യമല്ല, അവൻ അവളെയും കൊണ്ടായിരിക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. എന്നിരുന്നാലും ജെൻസിന് എങ്ങനെയും അകത്ത് പോയി നോക്കണം എന്നാണ്. ഇവിടെ റൂമിലാണെങ്കിൽ ഹീറോയെ അടിച്ച് ബോധം കെടുത്തി കലിംഗയുടെ തൊട്ടടുത്തായിട്ട് അങ്ങേര് കെട്ടി വെച്ചിരിക്കുകയാണ്. ഹീറോക്കാണെങ്കിൽ ബോധമില്ല, കലിംഗക്കാണെങ്കിൽ ബോധമുണ്ട്. അവളാണെങ്കിൽ കെട്ടഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിന് പറ്റാതെ വരുന്ന നേരം അവൾ ആ കെട്ടോടുകൂടെ തന്നെ ആ കട്ടിലിൽ നിന്ന് താഴേക്ക് ചാടും. എന്നിട്ട് ആ ചില്ലിൻ്റെ ഇടയിലൂടെ അവൾ നിരങ്ങി പോവാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. ഇവിടെ ജെൻസ് പോലീസുകാരനോട് പറയും, എന്തിനാണ് മാർട്ടിൻ അവളെയും കൊണ്ട് ഇവിടെ നിന്ന് ഓടുന്നത്? അവനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ അവന് പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ടാകും. എന്നാൽ ജെൻസിന് ഇനിയും അങ്ങനെ അകത്തേക്ക് കയറാനായിട്ട് സമ്മതിക്കുന്നത് നല്ലതല്ലാന്ന് പോലീസുകാരൻ അറിയാം. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനോട് അവന്റെ കൈ ഹാൻഡ് കഫ് വെക്കാനായിട്ട് പറയും. അങ്ങനെ അവന്റെ കൈ ഹാൻഡ് കഫ് വെക്കുകയും ചെയ്യും. അതേ സമയത്താണ് ഇവിടെ കലിംഗ ചില്ലി കൂടെ നിരങ്ങി ആ ചുമരിൽ പറ്റി പിടിച്ച് മേലേക്ക് എഴുന്നേറ്റ് അവിടെയുള്ള എമർജൻസി ബട്ടൺ അമർത്തുക. അത് നിൽക്കുമ്പോൾ തന്നെ ഹീറോയുടെ റൂമിൽ വെച്ച് സെക്യൂരിറ്റി റൂമിൽ വെച്ച് വലിയ അലാറം അടിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ജെൻസും അസിസ്റ്റന്റും കൂടെ അങ്ങോട്ട് ഓടി ചെല്ലാണ്. എന്നാൽ അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ആ വടി എടുത്തുകൊണ്ടാണ് ആ പോലീസുകാരൻ ചെല്ലുന്നത്. ജെൻസിന്റെ കാലിന് ഒരൊറ്റ അടി കൊടുത്ത് അകത്ത് കയറി അസിസ്റ്റന്റിന്റെ തലക്കടിച്ച് അങ്ങനെ കൊന്നുകളയും. ജെൻസിനാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കൈയാണെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യാനും പറ്റില്ല. അന്നേരം പോലീസുകാരൻ അവനെ എടുത്തുകൊണ്ട് ആ റൂമിലുണ്ടായിരുന്ന ഒരു കമ്പിയിൽ അവന്റെ കൈ ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അവനോട് ഒരു ചോദ്യം ചോദിക്കും, നീ എപ്പോഴേലും മരിച്ചിട്ടുണ്ടോ എന്ന്. അവന് കുറച്ച് പേടി വരാനാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ ജെൻസ് ആണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ആകെ പേടിച്ചാണ് ഇരിക്കുന്നത്. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസുകാരൻ വീണ്ടും അവരെ കെട്ടിവെച്ച ആ റൂമിലേക്ക്
അടുത്തേക്ക് നടന്നു വന്ന് കലിംഗയെ എടുത്തു പൊക്കിയിട്ട് ആ ബെഡിൽ കിടത്തിയിട്ട് അവിടെ വീണ്ടും കെട്ടിവെക്കും. അവളെ ഇനി കൊല്ലാനായിട്ടാണ് പോകുന്നത്. അവൾ ആർത്ത് വിളിക്കുന്ന നേരം അപ്പോഴാണ് ഹീറോക്ക് ബോധം വരിക. നമ്മുടെ ആളാണെങ്കിൽ ആ കെട്ടൂരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആളെ കൊണ്ട് അതിനൊന്നും പറ്റൂല. അത് നല്ല ടൈറ്റിലാണ് കെട്ടിയിരിക്കുന്നത്. ആ തെണ്ടി അങ്ങേരുടെ സിബെല്ലാം അഴിച്ച് ശിരോചർമ്മം വെട്ടി മാറ്റാനായിട്ടുള്ള ടൂൾസ് എല്ലാം എടുത്ത് റെഡി ആവുന്ന നേരം ഹീറോ ചോദിക്കും, നീ എന്താടാ ചെയ്യാൻ പോകുന്നത്? അതിന് അങ്ങേര് പറയും, ഞാൻ ആദ്യം എന്തായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. അതേ സമയത്ത് ഇവിടെ റൂമിൽ നിൽക്കുന്ന ജെൻസ് അവിടെ ടേബിളിലായിട്ട് ഒരു കത്തി കാണും. അത് ഏത് കത്തിയാന്ന് വെച്ചാൽ പോലീസുകാരൻ സാൻഡിയെ കൊല്ലാനായിട്ട് ഒരു കത്തി ഉപയോഗിച്ചില്ലായിരുന്നോ, ആ കത്തിയാണ്. അത് ഹീറോയുടെ റൂമിൽ തന്നെ ഹീറോയെ കൊടുക്കാനായിട്ട് അങ്ങനെ കൊണ്ടിട്ട് വെച്ചതായിരുന്നു. ജെൻസ് ആ കത്തി എടുത്ത് ആ പൈപ്പ് മുറിച്ച് രക്ഷപ്പെടാനാണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നേരം വെളുക്കും. അതുകൊണ്ട് തന്നെ ഹാൻഡ് കഫിൽ നിന്ന് കൈ ഊരി മാറ്റാനായിട്ട് അവന്റെ പെരുവിരൽ നോക്കിയിട്ട് അവൻ മെല്ലെ മുറിക്കുകയാണ്. ശരിക്കും പെരുവിരലല്ല കട്ട് ചെയ്യുക, അവിടെയുള്ള എല്ലാണ് കട്ട് ചെയ്യുക. അവനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ എല്ല് കട്ട് ചെയ്താൽ ഹാൻഡ് കഫിൽ നിന്നും കൈ സുഖമായിട്ട് ഊരിയെടുക്കാം. ആ എല്ല് ഉള്ളത് കൊണ്ടാണ് ഹാൻഡ് കഫ് ഊരാതെ അവിടെ നിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ ആ പ്രാന്തൻ ജീവനോട് അവളുടെ ശിരോചർമ്മം വെട്ടി മാറ്റാനായിട്ട് ഒരു ടൂളുമായിട്ട് വരികയാണ്. അവിടെ ജെൻസ് ആണെങ്കിൽ അവന്റെ വിരലിന്റെ എല്ല് കട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഹാൻഡ് കഫിൽ നിന്നും കൈ ഊരി വരും. സുഖമായിട്ടല്ല, നല്ലപോലെ വേദന ആവുന്നുണ്ട്. അങ്ങനെ താഴെ മരിച്ചു കിടക്കുന്ന പോലീസുകാരന്റെ പോക്കറ്റിൽ നിന്ന് അങ്ങേരുടെ ഗണ്ണും എടുത്ത് അവൻ ആ റൂമിലേക്ക് കൂടി വരികയാണ്. അവിടെയാണെങ്കിൽ ആ പ്രാന്തൻ അവളുടെ നെറ്റിയിൽ മുറിക്കാനായിട്ട് പോവാണ്. അപ്പോഴാണ് അവൻ പിന്നെയും അങ്ങേരെ ഷൂട്ട് ചെയ്യുക. ടപ്പേ 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 എന്ന് 3 ഷോട്ട് കൊള്ളുമ്പോഴേക്ക് അങ്ങേര് മെല്ലെ തിരിഞ്ഞു വരും. അന്നേരം ഒന്നുകൂടെ കൊടുക്കും. അങ്ങനെ അങ്ങേര് അവിടെ മരിച്ചു വീഴും. ജെൻസ് ആണെങ്കിൽ അങ്ങേരെ കൊന്നു കഴിയുന്ന നേരം ആർത്ത് വിളിയാണ്. അവന്റെ കൈയാണെങ്കിൽ ഇപ്പം നല്ലപോലെ വേദന ആവുന്നുണ്ട്. അങ്ങനെ അവരുടെ കെട്ടെല്ലാം ഊരിയിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് കൊടുക്കും. അന്നേരം കലിംഗ ചോദിക്കും, ഇതെന്താ നിന്റെ കൈക്ക് പറ്റിയേ? അതിന് അവനൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഒന്നും മിണ്ടാൻ പറ്റില്ല. അവൻ ആർത്ത് കരഞ്ഞോണ്ടേ നിൽക്കാണ്. അങ്ങനെ എല്ലാം അവസാനിച്ചു. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നെ നമ്മൾ കാണുന്നത് ജെൻസിന്റെയും മാർട്ടിന്റെയും കല്യാണമാണ്. അവർ രണ്ടുപേരും കോട്ടും സ്യൂട്ടും എല്ലാം ഇട്ടുകൊണ്ട് ചർച്ചിൽ വന്നിരിക്കുകയാണ്. അവരുടെ വധുവിനെയും കാത്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അവരുടെ വധുക്കളെത്തി. വധുക്കൾ എന്നല്ലേ പറയാ, ശരിക്ക് 2 വധുക്കളില്ലേ, അതുകൊണ്ട് വധുക്കൾ എന്നല്ലേ പറയാ. എന്തായാലും അവർ വരുന്നേരം അവരെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അവരുടെ കല്യാണം കൂടാനായിട്ടും അവിടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ മാതാപിതാക്കളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജെൻസും മാർട്ടിനും പരസ്പരം അച്ഛനും അമ്മയും ഒക്കെയാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്ക് സ്ത്രീകൾ 2 പേരും സ്റ്റേജിൽ വന്നിരിക്കും. അന്നേരം ഹീറോ മാർട്ടിൻ പറയും, ഞാൻ നിനക്ക് ഇപ്പോൾ ഒരു ചലഞ്ച് തരാം. പള്ളിയിലെ അച്ഛൻ നിനക്ക് ഇവളെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതമാണോ എന്ന് ചോദിക്കുന്ന നേരം സമ്മതമല്ല, നോ എന്ന് പറയണം. നിനക്ക് പറ്റുമോ? അപ്പോഴേക്ക് ജെൻസിന്റെ മുഖമെല്ലാം മാറും. നീ എന്താ വിചാരിച്ച് എനിക്കത് പറയാൻ പറ്റില്ല എന്നോ? എനിക്കതിന് പറ്റും. ഹീറോ ആണെങ്കിൽ അവനിത് കാര്യമാക്കിയത് കാണുന്ന നേരം, വേണ്ട വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞാണ്, തമാശക്ക് പറഞ്ഞാണ്, നീ ഇത് കാര്യമാക്കല്ലേ. എന്നിരുന്നാലും അവൻ കാര്യമാക്കി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോഴേക്ക് പള്ളിയിലെ അച്ഛൻ അവരെ വേദിയിലേക്ക് വിളിക്കുകയും ചെയ്യും. ഇനി ഉറക്കെയൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഇത് കല്യാണല്ലേ. അങ്ങനെ അവര് പള്ളിയിലച്ഛന്റെ മുന്നിൽ എത്തുന്ന നേരം പള്ളിയിലച്ഛൻ ചോദിക്കും, ഈ നിൽക്കുന്ന ജെൻസിന് ഈ നിൽക്കുന്ന കലിംഗയെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതമാണോ? ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് തരിച്ചു പോകും. സംഭവം പള്ളിയിലച്ഛന് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയതാണ്. അവരിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നത് കാണുന്ന നേരം പള്ളിയിലച്ഛന് ചെറുതായിട്ടൊന്ന് തെറ്റി. എന്നാൽ ഇത് കേൾക്കുന്ന ജെൻസ് ഉറക്കെ പറയും, നോ, എനിക്ക് കല്യാണം കഴിക്കാൻ സമ്മതമല്ല. ഇത് കേട്ടിട്ട് എല്ലാവരും ചിരിച്ചോട് നിൽക്കുന്ന നേരം ജെൻസിന്റെ കാമുകി പള്ളിയിലച്ഛനോട് പറയും, പള്ളിയിലച്ചോ, നിങ്ങൾക്ക് ആള് മാറിപ്പോയി, ഞാനാണ് ഇങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് പള്ളിയിലച്ഛനും പറ്റിയ അമളി എന്താണെന്ന് മനസ്സിലാവുക. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തിൽ ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് നൈറ്റ് വാച്ച് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സൈക്കോ സിനിമകൾ കൂടുതലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ സിനിമയിലൊക്കെ ഒരു സൈക്കോ എന്ന് പറഞ്ഞാൽ ആരോടും സംസാരിക്കാത്ത, ഒരു കണ്ണാടി കണ്ടാൽ ഒരു പേട്ടച്ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇടയ്ക്കെപ്പോഴേലും ഒക്കെയാണ് ഇതുപോലൊരു സൈക്കോയെ കാണാറ്. ഇതുപോലൊരു സൈക്കോയെ ഞാൻ മുമ്പേ കണ്ടത് അമേരിക്കൻ സൈക്കോ എന്ന സിനിമയിലാണ്. എന്തായാലും സിനിമ എനിക്കിഷ്ടപ്പെട്ടു. അവസാനത്തേക്കുള്ള കുറച്ച് സമയം വളരെ ത്രില്ലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നോ നിങ്ങൾക്കും എന്ന് ഞാൻ ചോദിക്കുകയാണ്. സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ. ഫിലിം ക്രോണിക്കൽ.